നമസ്കാരം. ഒന്നുകിൽ ഇറാൻ കീഴടങ്ങണം, അല്ലെങ്കിൽ കീഴടങ്ങാൻ പോലും ആരും അവശേഷിക്കാത്ത വിധം അവരുടെ സൈനിക ശേഷി പൂർണ്ണമായും തകർക്കപ്പെടണം. ഇറാനിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന ചോദ്യത്തിന് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ മറുപടിയാണിത്. ഇറാനിലെ ജനതയ്ക്ക് വിജയം അടുത്തെത്തിയിരിക്കുന്നുവെന്നാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് പറഞ്ഞത്. ഇറാനെ ആക്രമിച്ച ഇരു രാഷ്ട്ര തലവന്മാരുടെയും വാക്കുകൾ ആത്മവിശ്വാസം നിറഞ്ഞതായി തോന്നാമെങ്കിലും കനത്ത പ്രത്യാക്രമണമാണ് ഇറാനിൽ നിന്ന് ഇരുവരും നേരിടുന്നത്. മാപ്പപേക്ഷിച്ച ശേഷവും അയലത്തെ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ച ഇറാനെതിരെ തിരിച്ചടിക്കാൻ തുടങ്ങിയാൽ സ്ഥിതി കൂടുതൽ വഷളാകും. ഇസ്രയേൽ അമേരിക്ക സംയുക്ത ആക്രമണത്തിൽ തുടങ്ങിയ പശ്ചിമേഷ്യയിലെ ഏറ്റുമുട്ടൽ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധമായി മാറുകയാണ്. പുതിയ സംഭവവികാസങ്ങൾ ഗൾഫ് മേഖലയെ ആശങ്കയിലാഴ്ത്തുമോ? വിദഗ്ധർക്കൊപ്പം GCC രാഷ്ട്രങ്ങളിൽ നിന്ന് തത്സമയ റിപ്പോർട്ടുകളുമായി ഞങ്ങളുടെ പ്രതിനിധികളും ഒപ്പം ചേരും. ഇന്ന് എൻകൗണ്ടറിൽ പ്രേക്ഷകർക്ക് സ്വാഗതം. വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ്, അതോടൊപ്പം തന്നെ വിദേശകാര്യ വിദഗ്ധൻ ശ്രീ താജ് ആലുവ എന്നിവരാണ് ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. സൗദിയിൽ നിന്ന്, ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം, ദുബായിൽ നിന്ന് മുഹമ്മദ് റഹീസ് എന്നിവർ തത്സമയ റിപ്പോർട്ടുകളുമായി നമുക്കൊപ്പം ഉണ്ടാകും ഇന്ന് എൻകൗണ്ടറിൽ. ഡോക്ടർ മോഹൻ വർഗീസ്, ഇന്നിപ്പോൾ അതിശക്തമായ ആക്രമണം ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്തുനിന്ന് ടെഹ്റാനിലേക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ എണ്ണ ശുദ്ധീകരണശാല, അതുപോലെ തന്നെ എണ്ണ സംഭരണ കേന്ദ്രങ്ങൾ, ഇതൊക്കെ ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണം ഉണ്ടായത്. ഇതിൽ ഇപ്പോൾ ഈ കേൾക്കുന്നത് ഇറാന്റെ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് പോലും ആക്രമണം നടക്കുന്നു. ഇപ്പോൾ നഥാൻസ്, അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളാകെ തകർന്നു. ഇറാനിൽ ഇന്ന് കറുത്ത പുകപടലങ്ങളും മേഘങ്ങളുമാണ് ടെഹ്റാനിൽ ഇന്ന് ദൃശ്യമായതെന്നും ഇന്ന് പെയ്ത മഴയ്ക്ക് ചാരനിറമായിരുന്നു എന്നുമൊക്കെയാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് പറയുന്നു ഇത് ഇപ്പോഴൊന്നും അവസാനിപ്പിക്കാൻ പോകുന്നൊരു യുദ്ധമല്ല. ഇസ്രയേൽ പ്രധാനമന്ത്രി പറയുന്നു ഈ ഇറാനിലെ ജനതയ്ക്ക് വിജയം അടുത്തെത്തിയിരിക്കുന്നു എന്നൊക്കെ. എന്തിനു വേണ്ടി തുടങ്ങിയതാണെന്ന് രാജ്യാന്തര സമൂഹത്തെയോ സ്വന്തം രാജ്യത്തെ ജനങ്ങളെയോ ബോധ്യപ്പെടുത്താൻ കഴിയാത്ത ഒരു ആക്രമണമാണ് ഇസ്രയേലിൻ്റെയും അമേരിക്കയുടേതും. ഈ നിലയ്ക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നീണ്ടു പോകുന്ന ഒരു യുദ്ധമായിരിക്കുമോ നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരിക? ഗൾഫ് രാജ്യങ്ങൾക്ക് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയുമോ അവരാക്രമിക്കപ്പെടുന്ന സാഹചര്യത്തിൽ? ശ്രീ ഗോപികൃഷ്ണൻ, എല്ലാ സഭ്യതയുടെ, മാന്യതയുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ടാണ് യുദ്ധം ഒരു രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഇറാന്റെ കേപ്പബിലിറ്റീസ്, മിലിറ്ററി ഇൻസ്റ്റലേഷൻസ് തന്നെയായിരുന്നു ലക്ഷ്യം. ഇപ്പോഴിതാ കഴിഞ്ഞ രാത്രി മുതലുള്ള അറ്റാക്കിൻ്റെ ഒരു പാറ്റേൺ നോക്കുമ്പോൾ ഇറാന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ, അത് എണ്ണപ്പാടങ്ങളാണ്, എണ്ണ സംഭരണ ശാലകളാണ്, ഓയിൽ റിഫൈനറീസാണ്, അതിലേക്ക് ആക്രമണം വ്യാപിച്ചിരിക്കുന്നു. കാരണം ഇതൊരു ഇക്കണോമിക് ടാർഗറ്റ്സ്, ഇക്കണോമിക് ഇൻസ്റ്റലേഷൻസ്, അതിലേക്ക് വലിയ തോതിൽ ആക്രമണം വ്യാപിക്കുമ്പോൾ ഇറാന്റെ സർവനാശമാണ് ഒരുപക്ഷെ അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നത്. കേവലം സൈനികമായ കേപ്പബിലിറ്റിയെ ഡെൻറ്റ് ചെയ്യുക എന്ന ആ ഒരു പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്നും കടന്ന് മുന്നോട്ട് പോയി. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് സൂചിപ്പിച്ചത്. സർവനാശമായിരിക്കും, നിങ്ങൾ കീഴടങ്ങൂ, അതല്ല എങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടത്തെ നിങ്ങൾ ചുമതല ഏൽപ്പിക്കൂ, ആ ഭരണകൂടവുമായി ഞങ്ങൾ ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു ഡീലിൽ ഒപ്പുവയ്ക്കാം. അതൊരു ഡീലേ ആവില്ല. പൂർണ്ണമായി കീഴടങ്ങുന്ന ഒരു രാജ്യത്തിൻ്റെ പുതിയ നേതൃത്വവുമായി ഒപ്പുവെക്കുന്നതിന് ഡീലെന്നല്ലല്ലോ പറയുക. അണ്ടർ ഡ്യൂറസ് എത്തിച്ചേരുന്ന ഒരു കരാറും ഒരു ജനത പൂർണ്ണമായി അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് അന്ത്യം കാണുന്നത് വരെ, ഇറാന്റെ സർവനാശം കാണുന്നത് വരെ യുദ്ധം എന്ന അമേരിക്കയുടെ നയം ഒരു വശത്ത്, മറുവശത്ത് കീഴടങ്ങാൻ മനസ്സില്ലാത്ത ഇറാന്റെ പോരാട്ട വീര്യം. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ ഭരണകൂടത്തിൻ്റെ മുഖ്യ കണ്ണിയായി നമ്മൾ കാണുന്നത് പ്രസിഡന്റിനെയാണ്, മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞ ദിവസം വളരെ ജെന്റിൽമാൻലി ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തി. ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിച്ചു, അവിടെ അമേരിക്കൻ താവളങ്ങൾ ഉള്ളത് കൊണ്ടാണ് ആക്രമണം നടത്തിയത്, വി ആർ നൗ സോറി, ഇനി ആക്രമണം ഉണ്ടാവില്ല എന്ന പ്രഖ്യാപനം നടത്തി. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിന് അത് തിരുത്തി പറയേണ്ടി വന്നു. ഇറാനിൽ നമുക്കറിയാമല്ലോ, മസൂദ് പെസഷ്കിയാൻ ഇറാന്റെ പ്രസിഡന്റാണ്. അദ്ദേഹം ഒരു മിതവാദി നേതാവ് കൂടിയാണ്. രണ്ട് പേര് മത്സരിച്ചാണല്ലോ പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. രണ്ടും അയത്തുള്ള അലി ഖമനേയി നിശ്ചയിക്കുന്ന ആളുകളാണ്.
അതിൽ തീവ്ര നിലപാടുള്ള വ്യക്തിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഒരു മിതവാദി നേതൃത്വം വന്നത്. ആ ഒരു സ്വതസിദ്ധമായ ഒരു മിതവാദി ലക്ഷണത്തിലാണ് അദ്ദേഹം അത് പറഞ്ഞു വെച്ചത്. പക്ഷേ റിപ്പബ്ലിക്കൻ ഗാർഡ് കോപ്സ് ഒരു രീതിയിലും അത് അംഗീകരിക്കാൻ തയ്യാറല്ല. ഗാർഡിയൻ കൗൺസിൽ അംഗീകരിക്കാൻ തയ്യാറല്ല. മതനേതൃത്വം, ഇപ്പോൾ അവശേഷിക്കുന്ന മതനേതൃത്വം ആ ഒരു വിട്ടുവീഴ്ചപരമായ നിലപാട് അംഗീകരിക്കാൻ തയ്യാറല്ല. അത് ഇറാൻ എന്ന ജനതയുടെ ആത്മവിശ്വാസത്തെ ഇറാൻ കീഴടങ്ങുന്നതിൻ്റെ സൂചനയായി ഡൊണാൾഡ് ട്രംപ് അത് ആഘോഷിക്കുക കൂടി ചെയ്തപ്പോൾ ഇറാൻ മാറി ചിന്തിച്ചു. അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രിയിൽ വലിയ തോതിലുള്ള അറ്റാക്ക് GCC രാജ്യങ്ങൾക്ക് നേരെ, ജിദ്ദയിലേക്ക് ആക്രമണം ഉണ്ടായി, റിയാദിലേക്ക്. യഥാർത്ഥത്തിൽ ഡോക്ടർ മോഹൻ വർഗീസ്, ഞാൻ ഇതിനിടയിൽ താങ്കൾ ഈ പറഞ്ഞ ഇത്രയും കാര്യത്തിൽ ഞാൻ ഒരു സംശയം താങ്കളുടെ മുന്നിൽ വെക്കുകയാണ്. അതായത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് പെസഷ്കിയാൻ ഇന്നലെ പറഞ്ഞ ഒരു നിലപാടിൽ നിന്ന് അദ്ദേഹം യഥാർത്ഥത്തിൽ മാറിപ്പോയതാണോ അതോ ഇറാന്റെ ഭരണ നേതൃത്വത്തിൽ ഇപ്പോഴും ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നു എന്നതിന്റെ സൂചനയാണോ? അതായത് താങ്കൾ പറഞ്ഞതുപോലെ മസൂദ് പെസഷ്കിയാനെ പോലെ ഒരു മിതവാദി നേതാവും അതിനപ്പുറത്ത് തീവ്ര നിലപാടുകളുള്ളവരും തമ്മിലുള്ള ഒരു അഭിപ്രായ ഭിന്നത ഈ യുദ്ധത്തോട് അല്ലെങ്കിൽ അമേരിക്കയുടെയും ഇസ്രായേലിനും ആക്രമണത്തോടുള്ള പ്രതികരണം എങ്ങനെ വേണം, അത് ഏത് രീതിയിൽ വേണം എന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുന്നതിന് തടസ്സമാകുന്നുണ്ടോ? ഇന്നിപ്പോൾ പെസഷ്കിയാൻ തന്നെ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തെറ്റായി വ്യാഖ്യാനിക്കുകയായിരുന്നു എന്നാണ്. അത് കേവലം ന്യായീകരണങ്ങൾ മാത്രമാണ് ശ്രീ ഗോപികൃഷ്ണൻ. പെസഷ്കിയാൻ പറഞ്ഞത് കൃത്യമായി പറഞ്ഞതാണ്, അത് അദ്ദേഹത്തിൻ്റെ കൺവിക്ഷനാണ്. പക്ഷെ നോക്കൂ, 3 പേരടങ്ങുന്ന ഒരു കൗൺസിലാണ് ഇപ്പോൾ ഭാഗധേയം നിർണ്ണയിക്കുന്നത്. ആ 3 പേരിൽ ഒരാൾ ഈ അലി അറാഫി ആണ്. അത് മത നേതൃത്വം ചുമതലപ്പെടുത്തിയ ഒരാളാണ്. അതുപോലെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് എക്സിക്യൂട്ടീവ് പ്രസിഡന്റായ മസൂദ് പെസഷ്കിയാൻ. അതേപോലെ തന്നെ 3ാമത്തെ അംഗമായി ഉള്ള സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. അങ്ങനെ നീതിന്യായ രാഷ്ട്രീയ മതഘടനകൾ ഒന്നിച്ചു ചേർന്ന് 3 റെപ്രസെൻറ്റേറ്റീവ്സ് ചേർന്ന ഒരു പരമാധികാര കൗൺസിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ആത്യന്തികമായ പരമാധികാരി 88 അംഗ ഒരു സമിതി കൂടി തീരുമാനിക്കണം. അതിപ്പോഴും പൂർണ്ണ തീരുമാനം എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു കമാൻഡ് കൺട്രോൾ കമ്മ്യൂണിക്കേഷൻ സംവിധാനം കേന്ദ്രീകൃതമായ രീതിയിൽ നടത്തണമെന്നെങ്കിൽ ഈ 3 പേരും ഒരുമിച്ച് സമ്മതിക്കണം. ഇവർക്ക് 3 പേർക്കും ഒരേ വേദിയിൽ ഒരേ സമയം വരാനുള്ള ഒരു അന്തരീക്ഷം ഇറാനുള്ളിൽ ഉണ്ടോ എന്നറിയില്ല. ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, വലിയ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ട് എന്ന് നമുക്ക് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാം, ന്യായമായി മനസ്സിലാക്കാം. കാരണം കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഒരുപാട് തകർന്നിട്ടുണ്ടാവാം. അപ്പം ഈ ഒരു ഗുഡ്വിൽ അനുസരിച്ച് നടത്തുന്ന ഒരു പ്രസ്താവന ഒരുപക്ഷെ മറുഭാഗത്തിന് ഇറാനിൽ വിവിധങ്ങളായ ചിന്താധാരകളുണ്ട്. വലിയ രാജ്യമാണ്, മൾട്ടി കൾച്ചറൽ സൊസൈറ്റിയാണ്. മിതവാദികളും തീവ്രവാദികളും വ്യത്യസ്ത നിലപാടുള്ളവരും വംശീയ വിഭാഗങ്ങളും എല്ലാം ചേർന്ന ഒരു മെൽറ്റിംഗ് പോട്ട് കൾച്ചറാണ് ഇറാനിലുള്ളത്. അവിടെ ഈ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾ പൂർണ്ണമായി മതഘടനകളുടെ തലപ്പത്തുള്ള അയത്തുള്ള അലി ഖമേനിയുടെ നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഒരു നേതൃത്വം ഇല്ല. അപ്പം നേതൃത്വം ഇല്ലാത്ത ഒരവസരത്തിൽ ഓൾട്ടർനേറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഇൻ പ്ലേസ്, ആ ഗവൺമെന്റ് എന്താണ് തീരുമാനിക്കുന്നത്? നമ്മളിത് ചർച്ച ചെയ്യുമ്പോഴും ഡോക്ടർ മോഹൻ വർഗീസ്, രാജ്യാന്തര മാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയുന്ന ഒരു കാര്യം, അവിടെ അയത്തുള്ള അലി ഖംനയ്ക്ക് പകരക്കാരൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച 88 അംഗ അസംബ്ലി ഓഫ് എക്സ്പേർട്സ്, ഈ പുരോഹിത വിഭാഗത്തിന്റെ ആ വിദഗ്ധരുടെ ആ കൂട്ടായ്മ അസംബ്ലി ഓഫ് എക്സ്പേർട്സ് അടുത്ത ആളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതാരാണ് എന്ന് ലോകത്തിന് മുന്നിൽ അറിയിച്ചിട്ടില്ല. കാരണം ഈ അയത്തുള്ള അലി ഖംനയുടെ പിൻഗാമിയായി ആര് വന്നാലും അവരെയും വധിക്കും എന്ന് അമേരിക്കയും ഇസ്രയേലും ഒക്കെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവർ ഈ ഖമനയുടെ പിൻഗാമിയെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ മുജ്തബ ഖമനൈ എന്ന അയത്തുള്ള അലി ഖംനയുടെ മകനാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ അദ്ദേഹത്തെക്കുറിച്ച് കേട്ടറിഞ്ഞതൊക്കെ യഥാർത്ഥത്തിൽ അയത്തുള്ള അലി ഖംനൈ അവിടെ ഉള്ളപ്പോൾ പോലും ഇറാന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുകയും ഈ അവിടെ ഉണ്ടായിരുന്ന ഉയർന്നു വന്ന പ്രതിഷേധങ്ങളെയും പ്രക്ഷോഭങ്ങളെയും ഒക്കെ അതിക്രൂരമായി അടിച്ചമർത്തുന്നതിനൊക്കെ പിന്നിൽ പ്രവർത്തിച്ച ബുദ്ധികേന്ദ്രം മുജ്തബയായിരുന്നു എന്നൊക്കെയുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. അങ്ങനെ മുജ്തബയാണ് ഒരുപക്ഷെ അയത്തുള്ള അലി ഖംനയുടെ പിൻഗാമിയായി വരുന്നതെങ്കിൽ ഇതേ നിലയിൽ കൂടുതൽ രൂക്ഷമായി ഇസ്രയേലിനും അമേരിക്കയ്ക്കും എതിരായിട്ടുള്ള ഈ പ്രതിരോധം തീർക്കൽ എന്ന നിലയിലേക്ക് തന്നെയായിരിക്കില്ലേ കാര്യങ്ങൾ പോവുക? അപ്പോൾ ഗൾഫ് രാജ്യങ്ങളെ കണക്കില്ലാതെ പരിഗണിക്കാതെ ആക്രമിക്കുക എന്ന് തന്നെയായിരിക്കും ഇറാൻ ഇനി ചെയ്യാൻ പോകുന്നത്. ശ്രീ ഗോപികൃഷ്ണൻ, ഈ ഘട്ടത്തിൽ നമുക്ക് പരിഗണിക്കാനാവുന്നത് സ്പെക്കുലേഷൻ മാത്രമേ ഉള്ളൂ. ഇന്റലിജൻസ് ഗസ് ആൻഡ് സ്പെക്കുലേഷൻ, അത് മാത്രമേ ചെയ്യാനാവൂ. മുജ്തബ ഖുമൈനി തന്നെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന് കൃത്യമായി ഉറപ്പിക്കാൻ ആവില്ല. അങ്ങനെയാണ് എന്ന ധാരണയിൽ സംസാരിച്ചാൽ യഥാർത്ഥത്തിൽ ഈ 86 വയസ്സുള്ള അയത്തുള്ള അലി ഖമനിയുടെ 2ാമത്തെ പുത്രൻ,
അദ്ദേഹം തന്നെയായിരുന്നു ഒരു ഒരു റിലക്റ്റൻറ്റ് ബിഗിനറായിരുന്നു. പക്ഷേ ഒരിക്കൽ അദ്ദേഹം കടിഞ്ഞാൺ ഏറ്റെടുത്ത് കഴിഞ്ഞിട്ട് അയത്തുള്ള ഖൊമേനിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായി ഏതാണ്ട് എല്ലാ തീരുമാനങ്ങളും ആത്യന്തികമായി ഖൊമേനി പ്രഖ്യാപിക്കുന്ന എല്ലാ തീരുമാനങ്ങളും ആത്യന്തികമായി എൻഡോഴ്സ് ചെയ്തിരുന്നത് ഇദ്ദേഹമാണ്, മകനായ മൊജ്തബ ഖൊമേനിയാണ്. അങ്ങനെയെങ്കിൽ പരമോന്നത നേതൃത്വം കാലയനയ്ക്കുള്ളിൽ മറഞ്ഞെങ്കിൽ പോലും അതിൻ്റെ അതേ രീതിശാസ്ത്രങ്ങൾ, അതേ തീവ്രത മൊജ്തബ ഖൊമേനിയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാം. ഇനി മറ്റൊരു നേതൃത്വമാണ്, അജ്ഞാതമായ മറ്റൊരു നേതൃത്വമാണെങ്കിലും യഥാർത്ഥത്തിൽ ആ ഘടനകൾ അതുപോലെ പോവുകയാണ്. ഈ ഘടനകൾ മാറണമെന്നത് അമേരിക്കയും ഇസ്രായേലും ആഗ്രഹിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു മതഘടനകൾ നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം, IRGC പോലെയുള്ള ഒരു ഘടന, അതിൻ്റെ കൺട്രോളിലുള്ള രാഷ്ട്രീയ പ്രക്രിയ അതൊരിക്കലും അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ സ്വീകാര്യം ആവില്ല. അതുകൊണ്ട് ആക്രമണം ഉണ്ടാകും, വേവ്സ് ആൻഡ് വേവ്സ് ഓഫ് അറ്റാക്ക് ഉണ്ടാകും. കീഴടങ്ങാൻ തയ്യാറാവാത്ത ഒരു മനസ്സാണ് ഇപ്പോഴത്തെ ഭരണകൂടത്തിനുള്ളത്. ആ ഭരണകൂടം മാറി മറ്റൊരു ഭരണകൂടം പരീക്ഷിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്വന്തമായി സ്വാഭാവികമായി ഉണ്ടാകാനുള്ള സാധ്യതയില്ല, സമ്മർദ്ദം കാരണം ഒരുപക്ഷേ IRGCയുടെ ഒരു വിഭാഗം, ഒരു വിമത വിഭാഗത്തെ അമേരിക്കയോ ഇസ്രായേലോ അല്ലെങ്കിൽ ചാരസംഘടനകൾ ഒരുക്കി നിർത്തിയിട്ടുണ്ടാവാനുള്ള സാധ്യത പൂർണ്ണമായി തള്ളിക്കളയാനാവില്ല. അതും കൃത്യമായി നമുക്ക് ഇൻഫർമേഷൻ ഇല്ല. ഇറാൻ്റെ അകത്തുനിന്ന് ലഭിക്കുന്ന ഇൻഫർമേഷൻ വളരെ കുറവാണ്. പക്ഷേ അങ്ങനെ ഒന്നും കാണാതെ അമേരിക്ക യുദ്ധത്തിന് ചാടി പുറപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അത് അതീവ വിനാശകാരിയായ കാര്യമായിരിക്കും. കാരണം ദർ ഇസ് നോ ക്ലാരിറ്റി ഓഫ് മൈൻഡ് ഫ്രം, ഇപ്പോൾ പുറമേ കാണുന്നതിൽ ദർ ഇസ് അബ്സല്യൂട്ട്ലി നോ ക്ലാരിറ്റി. അമേരിക്കയുടെ ഭാഗത്ത്, അമേരിക്കൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് ഒരു ക്ലാരിറ്റി ഇല്ല. ട്രംപിൻ്റെ ക്യാമ്പിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട്. മാഗ ക്യാമ്പ് എന്ന് പറയും, മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന ക്യാമ്പിൽ രണ്ട് വിഭാഗങ്ങളുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ വൈസ് പ്രസിഡന്റ് JD വാൻസിൻ്റെ ഒരു ചിന്ത കുറച്ച് മിതമായ രീതിയിൽ, മയമുള്ള രീതിയിൽ ഇറാനോടും മറ്റ് രാജ്യങ്ങളോടും ഇടപെടുക, തീവ്ര നിലപാടുകൾ വേണ്ട, ലോകത്തെ വെറുപ്പിക്കേണ്ട, യൂറോപ്പിനെ വെറുപ്പിക്കരുത്, വ്യാപാര യുദ്ധം ഒരു പരിധി ലംഘിക്കരുത്, എല്ലാ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് പോകുന്ന തീവ്ര നിലപാടിനോട് യോജിപ്പില്ല വൈസ് പ്രസിഡന്റ്. പക്ഷേ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, യഥാർത്ഥത്തിൽ അദ്ദേഹമാണ് രണ്ടാമൻ, പ്രസിഡന്റ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന മുഖം മാർക്കോ റൂബിയോയുടെയാണ്. അദ്ദേഹം വിദേശകാര്യ സെക്രട്ടറിയാണ്. അപ്പോൾ അങ്ങനെയാണ് വൈസ് പ്രസിഡന്റിനേക്കാൾ ഒരുപക്ഷെ ലോക രാഷ്ട്രീയത്തിൽ കൂടുതൽ ഇടപെടലുകൾ നടത്താൻ കഴിയുന്നത് വിദേശകാര്യ സെക്രട്ടറിക്കാണ്. ഒരു ഹോക്കിഷ് നിലപാടാണ്, വളരെ കഠിനമായ ഒരു നിലപാടാണ്. പൂർണ്ണമായി ഇറാനെ ഡെസിമേറ്റ് ചെയ്യണം എന്ന ഒരു ചിന്ത വരുന്നത് ആ ക്യാമ്പിൽ നിന്നാണ്. അതുകൊണ്ട് മാഗ ക്യാമ്പ് കൈവിട്ടു പോയിരിക്കുന്നു. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നത് അമേരിക്കയുടെ കാര്യം ശ്രദ്ധിക്കുക. ഈ ലോകത്തെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് വലിയ ധനനഷ്ടം, മാനഹാനി ഒന്നും ഉണ്ടാക്കി വെക്കരുത് എന്ന് ചിന്തിക്കുന്നവരെക്കാൾ കൂടുതൽ കഠിനമായി ചിന്തിക്കുന്നു റാഡിക്കൽ, സമ്പൂർണ്ണ നാശം. അങ്ങനെ അമേരിക്കയ്ക്ക് നഷ്ടപ്പെട്ട ഒരു പ്രതിച്ഛായ, നഷ്ടപ്പെട്ട ഗാംഭീര്യം, നഷ്ടപ്പെട്ട ലോകത്തിൻ്റെ മേലുള്ള ഗ്രിപ്പ്, റെലവൻസ്, ഹെഗിമൺ അത് തിരിച്ചു പിടിക്കുക എന്ന ചിന്തക്കാണ് ഈ നിമിഷം ഉന്നയിക്കുന്നത്. ഏതായാലും നമുക്ക് നോക്കാം. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ നിന്ന്, മെഗാ ക്യാമ്പിൽ മാത്രമല്ല പുറത്തും ജനങ്ങൾക്കിടയിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇസ്രായേലുമായി ചേർന്ന് ഇറാന് നേരെ നടത്തുന്ന ഈ ആക്രമണത്തിന് എത്രത്തോളം പിന്തുണയുണ്ടെന്ന കാര്യത്തിൽ സംശയമാണ്. വലിയൊരു ശതമാനം ആളുകൾ യുദ്ധത്തെ അപലപിക്കുന്നവരും യുദ്ധത്തെ എതിർക്കുന്നവരുമാണ്. ഇനി അത് രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ താങ്കൾ പറഞ്ഞതുപോലെ തന്നെ അമേരിക്ക സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോയാൽ മതി. കാരണം ട്രംപ് അദ്ദേഹത്തിന് മുൻഗാമികളെയൊക്കെ പരിഹസിക്കുകയും വിമർശിക്കുകയും തള്ളിപ്പറയുകയും ഒക്കെ ചെയ്തത് ഇറാഖിലടക്കം അമേരിക്ക നടത്തിയ അധിനിവേശ നീക്കങ്ങളെ ചൂണ്ടിക്കാട്ടിയായിരുന്നു. അതേ ട്രംപ് തന്നെയാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, വെനസ്വേലയിലായാലും ഇവിടെ ഇപ്പോൾ ഇറാനിലാണെങ്കിലും. അപ്പോൾ പറഞ്ഞു നിൽക്കാൻ ട്രംപിന് ധാരാളം പുതിയ വാദങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. താങ്കൾ പറഞ്ഞതുപോലെ മാർക്കോ റൂബിയോ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴൊക്കെ അങ്ങനെയുള്ള ചില ന്യായവാദങ്ങൾ നിരത്തുന്നൊക്കെ നമ്മൾ കണ്ടതുമാണ്. ശ്രീ താജ് ആലുവ, ഇന്നിപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു പ്രതികരണം വളരെ ശ്രദ്ധേയമാണ്. കഴിഞ്ഞ ദിവസമാണ് മസൂദ് പെസഷ്കിയാൻ പറഞ്ഞത് അയൽ രാജ്യങ്ങളായ, സൗഹൃദ രാഷ്ട്രങ്ങളായ ഈ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കേണ്ടി വന്നതിൽ മാപ്പ് എന്ന്. അതിന്ന് തിരുത്തപ്പെട്ടിരിക്കുന്നു. ഇന്ന് ശക്തമായ ആക്രമണം UAEക്ക് നേരെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ GCC രാജ്യങ്ങളിൽ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങളുടെ വിവരങ്ങൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ദുബായിൽ അൽ ബർഷയിലെ ഡ്രോണിൻ്റെ അവശിഷ്ടം തട്ടി ഒരാൾ മരിച്ചിട്ടുണ്ട്. കുവൈറ്റിൽ 2 സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ബഹ്റൈനിലെ സൽമാൻ പോർട്ടിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. ജനവാസ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. മനാമയിൽ ഇതുപോലെ തന്നെ താമസ സമുച്ചയങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇറാൻ തിരിച്ചടിക്കുമ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങളെ കൂടി ആക്രമിക്കുകയാണ്. അവിടെ ഇറാൻ പറയുന്ന ഒരു വാദം, ഈ യുദ്ധത്തിൽ അല്ലെങ്കിൽ ഈ ഏറ്റുമുട്ടലിൽ സമാധാനത്തിനുള്ള മുഴുവൻ സാധ്യതകളെയും അമേരിക്ക തച്ചുടച്ചില്ലാതാക്കി എന്നാണ്. സൗഹൃദ സന്ദേശത്തെ ട്രംപ് കൊലപ്പെടുത്തിയെന്നാണ്. അപ്പോൾ ഇറാൻ പറയുന്ന മറ്റൊരു ന്യായം,
ഈ സമയത്ത് അമേരിക്കയെ ഗൾഫ് മേഖലയിലെ രാഷ്ട്രങ്ങൾ തടയണം. കാരണം ഈ രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളാണ് ഇറാൻ ലക്ഷ്യമിടുന്നത്. അതുകൊണ്ട് അമേരിക്കയെ തടയാൻ ഗൾഫ് രാഷ്ട്രങ്ങൾ മുന്നിട്ടിറങ്ങണം. അങ്ങനെ ഇല്ലെങ്കിൽ ഞങ്ങൾ ആക്രമണം തുടരും എന്നാണ്. ഗൾഫ് രാഷ്ട്രങ്ങളെ പ്രകോപിപ്പിക്കുന്നതാണോ സമ്മർദ്ദത്തിലാക്കുന്നതാണോ ഇറാന്റെ ഈ നിലപാട്? താജ് അലുവ, എനിക്ക് താങ്കൾ പറയുന്ന ഭാഗങ്ങൾ കേൾക്കാൻ കഴിഞ്ഞില്ല. എനിക്കൊന്ന് ചെറിയ, താങ്കൾ മ്യൂട്ട് ചെയ്തിട്ടുണ്ടോ അവിടെ? ഇപ്പൊ കേൾക്കാം. കേൾക്കാം, പറഞ്ഞോളൂ. അതായത് നേരത്തെ ഇറാൻ നേതൃത്വം, സൈനിക നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും പറഞ്ഞുകൊണ്ടിരുന്ന വാദങ്ങൾ ഇപ്പോൾ അത് ശരിക്കും വാസ്തവത്തിൽ വളരെ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതായിട്ട് മാറുകയാണ്. അതായത് പെഷസ്കിയാൻ പറഞ്ഞത് പിന്നെ അയൽ രാജ്യങ്ങളെ താൻ ഒരിക്കലും ആക്രമിക്കുന്നില്ല, അതിന് മാപ്പ് ചോദിച്ചു. പക്ഷേ IRGCയുടെ നേതൃത്വത്തിൽ നിന്ന് അങ്ങനെ ഒന്നില്ല, തീർച്ചയായിട്ടും ഞങ്ങൾ അമേരിക്കൻ ബേസുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും എന്നത്. അപ്പോ ഒരു വളരെ വ്യത്യസ്ത ദിശയിലുള്ള മെസ്സേജുകളാണ് ഇറാന്റെ നേതൃത്വത്തിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർ നേരത്തെ ഉള്ള നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല. അതായത് ഇറാൻ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു, അതിനെ പ്രതിരോധിക്കാനും സ്വന്തം രാജ്യങ്ങളുടെ പരമാധികാരം കാത്ത് സംരക്ഷിക്കാനും ഒക്കെ തങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ് എന്ന അതേ നിലപാടിൽ തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പ്രത്യേകിച്ച് സെക്യൂരിറ്റി നിലപാടുകളിലൊന്നും, സെക്യൂരിറ്റി അലേർട്ടോ അല്ലെങ്കിൽ അത്തരം നടപടികളിലൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള മാറ്റവും വരുത്തിയിട്ടില്ല. വർക്ക് ഫ്രം ഹോമുകളൊക്കെ അതേപോലെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു, സ്കൂളുകൾ അടഞ്ഞു കിടക്കുന്നു. എന്ന് മാത്രമല്ല UAE ഭാഗത്തു നിന്നൊക്കെ ഇന്നലെയും ഇന്നുമൊക്കെ ആയിട്ട് വളരെ കടുത്ത പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ട്രംപ് കാർഡായിട്ട് അവർ ഉപയോഗിക്കുകയാണ് എന്നുള്ളതാണ്. അതായത് അമേരിക്കയെ തടുക്കണമെങ്കിൽ, ഈ സന്ദർഭത്തിൽ അമേരിക്കയുടെ കൈക്ക് പിടിക്കണമെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിൽ കടുത്ത സമ്മർദ്ദം ചെലുത്താൻ ഇത് തന്നെയാണ് വഴിയുള്ളത് എന്നൊരു നിലപാടിലാണ് ഇറാൻ ഉള്ളത്. പക്ഷേ അന്തിമമായിട്ട് അതെങ്ങനെയാണ് അവരെ ബാധിക്കുക എന്നത് ഇനി വരും ദിവസങ്ങളിൽ കാണാനിരിക്കുകയാണ്. കാരണം ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥയിൽ കാര്യമായിട്ട് തുടർന്നു പോകാൻ അവർക്ക് സാധിക്കാത്ത ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ചും അവരുടെ സുരക്ഷ, ഇതുവരെ ഗൾഫ് രാജ്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത ഒരു സ്റ്റെബിലിറ്റിയും സെക്യൂരിറ്റിയുമായിരുന്നു. അതിനാണ് വാസ്തവത്തിൽ ഇപ്പോൾ പരിക്കേറ്റിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ അതിനെ ഈ സുരക്ഷയെ സംരക്ഷിക്കാനും അവരുടെ സ്റ്റെബിലിറ്റിയെ സംരക്ഷിക്കാനും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണത്തിന് ഏതെങ്കിലും അർത്ഥത്തിലുള്ള മറുപടി കൊടുക്കാനും അവർ നിർബന്ധിതരായേക്കും എന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അതേ സന്ദർഭത്തിൽ ഇറാന്റെ ഭാഗത്ത് നിന്ന് നമ്മൾക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതി, ഇതിന്റെ ഈ ഒരു ഡിഫറന്റ് മെസ്സേജസ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ വൈരുദ്ധ്യ രൂപത്തിലുള്ള മെസ്സേജുകൾ കൊടുക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എനിക്ക് തോന്നുന്നു ഈ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേൽ നേതൃത്വത്തെയും ഒക്കെ ഒരു ആശയക്കുഴപ്പത്തിലാക്കുക എന്ന യുദ്ധത്തിന്റെ ഒരു തന്ത്രം കൂടി ആകാനുള്ള ഒരു സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ ഇന്ന് കാണുന്നു ഇസ്രായേലിലെ 12 ചാനൽ 12, ആ ചാനൽ 12 എന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ ഇസ്രായേലിന് യുദ്ധം നിർത്തേണ്ടി വരും, യുദ്ധത്തിൽ നിന്ന് ഇസ്രായേലിന് പുറത്ത് കടക്കേണ്ടി വരും എന്ന രൂപത്തിലുള്ള ഒരു വാർത്ത അവർ പുറത്തുവിട്ടിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനം ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളെ കുറിച്ചുള്ള ഒരു കൃത്യമായ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താണ് അവർ ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു പിടുത്തമില്ലായ്മ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നോക്കൂ, ഈ യുദ്ധത്തിന്റെ ഒരു തന്ത്രം ഇറാൻ ശരിക്കും മെനഞ്ഞിരിക്കുന്നത് ഈ ശത്രുവിനെ ഇരുട്ടിൽ നിർത്തുക എന്നിടത്താണ്. അതായത് അതിശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ തുടക്കത്തിൽ തന്നെ നടത്തുന്നതിന് പകരം സാവകാശം സമയമെടുത്തുകൊണ്ട് പതുക്കെ പതുക്കെ ആക്രമിക്കുക എന്ന ഒരു പോളിസിയിലേക്ക് ഇറാൻ മാറുന്നു. സ്വന്തത്തിൽ ധാരാളമായിട്ട് ഇപ്പൊ ടെഹ്റാനിലും ഇറാനിന്റെ വ്യത്യസ്ത നഗരങ്ങളിലുമൊക്കെ ധാരാളമായിട്ട് ആക്രമണങ്ങൾ ഏറ്റിട്ട് പോലും ഒരു ശക്തമായ ആക്രമണം, അതായത് കഴിഞ്ഞ 2025 ജൂണിൽ നടന്ന ആ 12 ദിവസത്തെ യുദ്ധത്തിന് അവർ ഉപയോഗിച്ച അത്ര ശക്തമായിട്ടുള്ള ആക്രമണങ്ങൾ ഇറാൻ നടത്താത്തത് നമ്മൾ കാണുന്നു. അതൊരു പക്ഷേ പലപ്പോഴും ഈ ഒരു യുദ്ധത്തിന്റെ തന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു പ്രൊട്രാക്റ്റഡ് വാർ, ഒരു നീണ്ടുപോകുന്ന ഒരു യുദ്ധത്തിലേക്ക് അമേരിക്കയെയും ഇസ്രായേലിനെയും വലിച്ചെടുക്കാനുള്ള ഇറാന്റെ ഒരു തന്ത്രമായിട്ട് വിലയിരുത്തുന്നുണ്ട്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അങ്ങനെ വരുമ്പോൾ മാത്രമാണ് ഈ യുദ്ധത്തിൽ അമേരിക്കയെ തോൽപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതായത്
യുദ്ധത്തിന്റെ ഒരു തന്ത്രമുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് വൻ ശക്തികൾക്ക് ഇസ്രായേലും അമേരിക്കയും പോലുള്ള വൻ ശക്തികളെടുത്ത് ധാരാളം ആയുധങ്ങളുണ്ട്. ആ ആയുധങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു വലിയ ഒരു ഒറ്റയടിക്കുള്ള ആക്രമണം അവർ നടത്തുമ്പോൾ പതുക്കെ പിൻവാങ്ങുക എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ തിരിച്ചടിക്കാതിരിക്കുക, കയ്യിലുള്ള എല്ലാ അമ്യൂണിഷനും ഒറ്റയടിക്ക് തീർക്കാതിരിക്കുക, അത് പതുക്കെ ഉപയോഗിക്കുക എന്നൊരു തന്ത്രത്തിലേക്ക് ഇറാൻ പോകുന്നതിന്റെ ഭാഗമായിട്ടാണോ ഈ പിൻവാങ്ങൽ എന്ന ഒരു സംശയം പലപ്പോഴും പല സ്ട്രാറ്റജിക് വിദഗ്ധരും അതിനകത്ത് ഉയർത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ട് സംഭവിക്കുക എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ ജോൺ മീർഷൈമറെ പോലുള്ള അമേരിക്കൻ ഇത്തരം പൊളിറ്റിക്കൽ കാര്യങ്ങൾ അപഗ്രഥിക്കുന്ന അദ്ദേഹം ഈ അടുത്ത് വളരെ സുപ്രധാനമായ ഒരു സംഗതി പറഞ്ഞാൽ ചിലപ്പോ ടൊമോഹാക്ക് മിസൈലുകൾ അമേരിക്ക എടുത്തുള്ള ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ആയുധമാണ്. 800 എണ്ണമാണ് അവർ ഈ ഇറാന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. അതിൽ ഏതാണ്ട് 75% അവർ യൂസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അവരുടെ ആയുധങ്ങൾ തീർന്നുകൊണ്ടിരിക്കുന്നു. അതിന്റെ ഒരു സൂചനയാണ് കഴിഞ്ഞ ദിവസം അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ ഇസ്രായേലിന് കോൺഗ്രസിന്റെ അനുവാദമില്ലാതെ തന്നെ വിൽക്കുന്നതിനുള്ള ഒരു നടപടി മാർക്കോ റൂബിയോ സ്വീകരിച്ചത്. അപ്പോ സ്വാഭാവികമായിട്ടും ഈ യുദ്ധത്തിൽ ആയുധങ്ങൾ പെട്ടെന്ന് തീർന്നു പോകുന്നത് അത് ഈ വൻ ശക്തികൾക്ക് ഒരു പ്രശ്നത്തിന് കാരണമാകും. ഒരു പ്രൊട്രാക്റ്റഡ് വാറിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും അവർ ഡിഫൻസീവ് മോഡിലേക്ക് വരും. അപ്പോൾ ഇറാൻ താങ്കൾ പറഞ്ഞ ഭാഗം എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഒരു മുന്നൊരുക്കവും ഇല്ലാതെ, ഒരു തയ്യാറെടുപ്പും ഇല്ലാതെ, ഇത് എപ്പോൾ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണം എന്ന ധാരണയില്ലാതെ, നേരത്തെ ഡോക്ടർ മോഹൻ വർഗീസ് പറഞ്ഞതുപോലെ ഒരു ക്ലാരിറ്റി ഓഫ് മൈൻഡ് ഇല്ലാതെ തുടങ്ങി വെച്ച ഒരു ആക്രമണമാണ് ഇത് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇസ്രയേലും അമേരിക്കയും കാരണം മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ, സ്വകാര്യ രഹസ്യ സംഭാഷണങ്ങൾ, അതിലുണ്ടായിട്ടുള്ള തീരുമാനങ്ങൾ, ഒരു ഭാഗത്ത് ഈ സമാധാനത്തിനും അല്ലെങ്കിൽ അനുനയ ചർച്ചകളോ അല്ലെങ്കിൽ ഇറാനെ പിന്തിരിപ്പിക്കാനുള്ള നീക്കങ്ങളോ ഒക്കെ രാജ്യാന്തര തലത്തിൽ നടക്കുമ്പോൾ തന്നെ ആക്രമണത്തിന് വേണ്ടിയുള്ള സന്നാഹമൊരുക്കൽ, ഇതൊക്കെ നടത്തിയിട്ടുള്ള ഇസ്രയേലും അമേരിക്കയും ഇത് എവിടെ തുടങ്ങി എവിടെ അവസാനിപ്പിക്കണമെന്ന ഒരു വ്യക്തതയോ ധാരണയോ ഇല്ലാതെ തുടങ്ങി വെച്ചതാണിത് എന്നാണോ നമ്മൾ കരുതേണ്ടി വരിക? അതായത് ഈ യുദ്ധത്തിന് പിന്നിൽ പലതരത്തിലുള്ള കാരണങ്ങൾ പറയപ്പെടുന്നുണ്ട്. നോക്കൂ, അമേരിക്കയിൽ തന്നെ പ്രസിഡന്റ് ട്രംപ് ഒന്ന് പറയുന്നു, മാർക്കോ റൂബിയോ വേറൊന്ന് പറയുന്നു, വാർ സെക്രട്ടറി പീറ്റ് ഹേഴ്സ് അദ്ദേഹം മറ്റൊന്ന് പറയുന്നു. ഇത് അമേരിക്ക തന്നെ വലിയ ചർച്ചാ വിഷയമാണ്. അതുകൊണ്ട് തന്നെ 21% അമേരിക്കക്കാർ മാത്രമേ ഇപ്പോൾ ഈ യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ. ഇത് ഇറാഖ് യുദ്ധത്തെയോ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാൻ യുദ്ധത്തെയോ പോലെയല്ല. ആ രണ്ട് സന്ദർഭങ്ങളിലും വളരെ വ്യക്തമായ ഒരു ക്ലാരിറ്റിയോടുകൂടി ഈ ഭീകരർക്കെതിരെയുള്ള യുദ്ധം, അമേരിക്കയുടെ മണ്ണിന് നേരെ ആക്രമണം നടത്തിയ അല്ലെങ്കിൽ കൂട്ടനശീകരണ ആയുധങ്ങൾ ശേഖരിച്ചു വെച്ച അതിലൊക്കെ പലതും ഒരുപാട് തെറ്റും അത് ഡിബേറ്റബിളുമായിട്ടുള്ള ആർഗ്യുമെന്റുകളായിരുന്നു. പക്ഷേ അത് അമേരിക്കക്കാർ സ്വീകരിച്ചിരുന്നു അത്തരം വാദങ്ങളെ. പക്ഷെ ഇവിടെ ഒന്നാമതായി ഇറാന്റെ ന്യൂക്ലിയർ കേപ്പബിലിറ്റിയെ സംബന്ധിച്ച് പ്രസിഡന്റ് ട്രംപ് തന്നെ കഴിഞ്ഞ 2025 പറഞ്ഞത് അത് കംപ്ലീറ്റ്ലി ഒബ്ലിറ്ററേറ്റഡ് എന്നാണ്. പൂർണ്ണമായിട്ടും നമ്മൾ നിഷ്കാസനം ചെയ്ത ഒരു ആണവായുധത്തെയാണ് ഇപ്പോൾ ആക്രമിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആണവായുധ ശേഖരത്തെയാണ് ആക്രമിക്കാൻ പോകുന്നത്. ആണവായുധ കേപ്പബിലിറ്റി ഇല്ലാതാക്കാനാണ് തങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. രണ്ടാമത്തത് മിസൈൽ ശേഖരത്തെ കുറിച്ച് ഇറാൻ ധാരാളമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്കെതിരെയുള്ള ആക്രമണത്തിന് ശേഷം മാത്രമേ ഞങ്ങൾ അത് ഉപയോഗിക്കൂ. ഇപ്പൊ നോക്കൂ, കഴിഞ്ഞ 2025 ജൂണിൽ വാസ്തവത്തിൽ ഇറാന് ഏറ്റവും കൂടുതൽ ഇസ്രായേലിന് ധാരാളമായിട്ട് പിന്നെയും ആക്രമിക്കാൻ പറ്റുന്ന മിസൈൽ ശേഖരമുണ്ടായിരുന്നു. പക്ഷേ അവരത് ഉപയോഗിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നത് പോലും സൈനിക വിദഗ്ധരെ കുഴക്കിയൊരു ചോദ്യമാണ്. ആ സന്ദർഭത്തിലാണ് യുദ്ധം നിർത്തുന്നത്. അപ്പൊ ആ യുദ്ധം നിർത്തുന്നതിനുള്ള സാഹചര്യം പോലും വളരെ, പ്രത്യേകിച്ച് ഇറാനെ സംബന്ധിച്ചിടത്തോളം അതിന് സാധിക്കുന്ന ഒരു ഘട്ടത്തിലായിരുന്നു ആ യുദ്ധം നിർത്തിയത്. അപ്പോ ഇവിടെ ഇതിന്റെ അർത്ഥം അമേരിക്കയും ഇസ്രായേലും വേണ്ടത്ര പ്രിപ്പറേഷൻ ഇല്ലാതെയാണ് വന്നത് എന്നതല്ല ഞാൻ പറയുന്നത്. ഉറപ്പായിട്ടും അമേരിക്കക്കും ഇസ്രായേലിനും അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. പക്ഷേ എന്താണ് യുദ്ധത്തിന്റെ ലക്ഷ്യം അത് നിർണ്ണയിക്കുന്നിടത്ത് അവർ ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്നു എന്നതാണ് സൂചന. അതായത് റെജിം ചേഞ്ച് എന്ന് പറയുന്നത്, ഇവിടെ ഡോക്ടർ മോഹൻ വർഗീസും അത് സൂചിപ്പിച്ചു. റെജിം ചേഞ്ച് എന്ന് പറയുന്നത് അമേരിക്കയും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അതൊരു ബാലികേറ മലയായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റെജിം ചേഞ്ചിനെ കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. കുർദ് വിമതരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റെജിം ചേഞ്ചിനുള്ള അവസരം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ ഇറാൻ അത് ഒറ്റയടിക്ക് നശിപ്പിച്ചു. ആ കുർദ് മേഖലയെ ആകെ ബോംബിട്ടുകൊണ്ട് ആ സാധ്യത ഇല്ലാതാക്കി. ബൂട്ട്സ് ഓൺ ദ ഗ്രൗണ്ട്, പട്ടാളത്തെ ഇറക്കി കരയുദ്ധത്തിലൂടെ മാത്രമേ ഒരു റെജിം ചേഞ്ചിന് സാധ്യതയുള്ളൂ. പക്ഷേ ഈ സന്ദർഭത്തിൽ ഒരു നിലക്കും കേവലം 6 സേന വിഭാഗത്തെ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ, 6 സൈനികരെ നഷ്ടപ്പെട്ടപ്പോൾ തന്നെ അമേരിക്കയിലെ ജനാഭിപ്രായം അതിശക്തമായി ട്രംപിനെതിരാകുന്നു. സ്വാഭാവികമായിട്ടും കൂടുതൽ കരയുദ്ധത്തിന് അമേരിക്ക മുതിരുന്നതോടുകൂടി പട്ടാളക്കാരുടെ മരണം കാണേണ്ടി വരും, അവരുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാകേണ്ടി വരും.
അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടിയാണ്. അപ്പൊ അതാണ് പറയുന്നത്, ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഇറങ്ങി അല്ല, ശ്രീ പുറപ്പെട്ട താജാലു, യുദ്ധം രണ്ട് ഇത് കാര്യങ്ങൾ ഞാൻ നീണ്ടുപോകുന്നിടത്തോളം താങ്കൾ പറഞ്ഞത് എടുക്കുന്നു. ഒന്ന്, താങ്കൾ പറഞ്ഞത് ഇസ്രായേലിലെ മാധ്യമങ്ങൾ ഇപ്പോൾ ചാനൽ 12 ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അടുത്ത ഒരാഴ്ചയ്ക്കകം അപ്പുറത്തേക്ക് ഈ യുദ്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇസ്രായേലിന് കഴിയില്ല എന്ന്. രണ്ടാമത്തെ കാര്യം താങ്കൾ പറഞ്ഞത് വിചാരിച്ചതിനേക്കാൾ വലിയ റെസിസ്റ്റൻസ്, പ്രത്യേകിച്ച് അമേരിക്കയുടെ കാൽക്കുലേഷൻ അനുസരിച്ച് അവിടുത്തെ ജനകീയ പ്രക്ഷോഭം അത് ഇറാൻ ഭരണകൂടത്തെ ദുർബലപ്പെടുത്തിയെന്നും നേരത്തെ ജൂണിൽ നടത്തിയിരുന്ന ആക്രമണത്തിൽ ഇറാൻ്റെ സൈനിക കേപ്പബിലിറ്റി അല്ലെങ്കിൽ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളടക്കം ദുർബലപ്പെട്ടുവെന്നും അതുകൊണ്ട് അനായാസം ആക്രമിച്ച് കീഴ്പ്പെടുത്തി അതല്ലെങ്കിൽ ഒരു ഭരണമാറ്റം സാധ്യമാക്കാം എന്നൊക്കെയുള്ള കണക്കുകൂട്ടലായിരുന്നു ഇസ്രായേലിനും അമേരിക്കയും ഉണ്ടായിരുന്നതെങ്കിൽ അതൊക്കെ തെറ്റിച്ചുകൊണ്ടുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നാണല്ലോ ശ്രീ താജാലുവ. ഞാനിതാ ഒരു നിമിഷം ഞാൻ താങ്കൾ കയറി. ഇനിയിപ്പോൾ സ്വാഭാവികമായി നമ്മളെ സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഗൾഫ് മേഖലയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധികൾ രൂപപ്പെട്ടിട്ടുണ്ടോ എന്നത്. കാരണം ഗൾഫ് മേഖല കേന്ദ്രീകരിച്ച് GCC രാഷ്ട്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇറാൻ തുടരുകയാണ്. ഇന്നലെ പെസഷ്കിയാൻ പറഞ്ഞ പോലെയല്ല കാര്യങ്ങൾ. ഇന്ന് ജനവാസ മേഖലകൾ കേന്ദ്രീകരിച്ചിട്ടും മിസൈൽ ചെന്ന് പതിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന ചില വിവരങ്ങൾ. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ബഹ്റൈനിലെ സൽമാൻ പോർട്ടിന് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ജനവാസ കേന്ദ്രങ്ങളിൽ ആക്രമണം ഉണ്ടായി എന്ന വിവരങ്ങൾ വരുന്നു. കുവൈറ്റിൽ 2 സൈനികർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ദുബായിലെ അൽബർഷയിൽ ഡ്രോൺ അവശിഷ്ടം വീണ് ഒരാൾ മരിച്ചു എന്നുള്ള വിവരം വരുന്നുണ്ട്. എന്താണ് ഇവിടുത്തെയൊക്കെ സാഹചര്യം എന്ന് നോക്കാം. കാരണം മലയാളികൾ ഉൾപ്പെടെ വലിയൊരു വിഭാഗം ഇന്ത്യക്കാർ താമസിക്കുന്ന പ്രദേശങ്ങളാണ് ഗൾഫ് മേഖലയിൽ ഈ രാഷ്ട്രങ്ങൾ. മുഹമ്മദ് റഹീസ് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ദുബായിൽ നിന്ന്. റഹീസ്, ഇന്ന് എന്താണ് UAE-യിലെ നിലവിലെ സാഹചര്യം? ഇടയ്ക്ക് ചില റിപ്പോർട്ടുകൾ വന്നിരുന്നു UAE തിരിച്ചടിക്കാൻ തുടങ്ങി എന്നാണ്. ഇപ്പോൾ ഇറാൻ പറയുന്നു അമേരിക്കയെ പിന്തിരിപ്പിക്കുകയോ തടയുകയോ ചെയ്തില്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങൾക്ക് നേരെ ആക്രമണം തുടരുമെന്നാണ്. എന്താണ് UAE ഭരണകൂടത്തിൻ്റെ നിലപാട്? ഇന്ത്യക്കാരുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളിൽ ആശങ്ക ആവശ്യമുണ്ടോ? GK, ആദ്യം തന്നെ ഞാൻ ഈ ദുബായിലെ ഇപ്പോഴത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ഇത് എപ്പോഴും അങ്ങനെ കാണാൻ കഴിയുന്ന കാഴ്ചകളല്ല. ഈ ഒരു യുദ്ധത്തിന്റെ സമയത്ത് എങ്ങനെയായിരിക്കും ദുബായ്, എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഈ രാജ്യങ്ങളിൽ പ്രധാനമായിട്ടും UAE-യിലെ എല്ലായിടത്തെയും കാഴ്ചകൾ എങ്ങനെയായിരിക്കും എന്ന് മലയാളികൾ സ്വാഭാവികമായിട്ടും അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ സത്യത്തിൽ സ്ഥിതിഗതികൾ ഇവിടെ ഇങ്ങനെയാണ്, ശാന്തമാണ്. സാധാരണ നിലയിൽ ഒരു ഞായറാഴ്ച വൈകുന്നേരം എങ്ങനെയാണോ ആ വൈകുന്നേരമുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വീടുകൾക്ക് സമീപമായിട്ട് വാഹനങ്ങളൊക്കെയും പാർക്ക് ചെയ്തു വെച്ചിരിക്കുന്നു. മറ്റ് സൗകര്യങ്ങളെല്ലാം, അതിപ്പോൾ ടാക്സി സൗകര്യങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ കുട്ടികൾ കളിക്കുന്നതായിക്കോട്ടെ, മറ്റ് എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ നിലയിൽ തന്നെ കൃത്യമായി നടക്കുന്നു. പ്രത്യേകിച്ച് ഈ ഒരു നോമ്പ് തുറയുടെ സമയമൊക്കെ ആയി വരുന്നു, ആളുകൾ പള്ളിയുടെ അടുത്തേക്കൊക്കെ പോകുന്നു. ആ നിലയിലേക്ക് കാര്യങ്ങൾ, ഈ ജനജീവിതം ഏതാണ്ട് കൃത്യമായി സാധാരണഗതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി GK ചോദിച്ച പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അത് വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു വിവരമാണ്. അതായത് ഈ UAE തിരിച്ചാക്രമിക്കാൻ പോകുന്നു എന്നുള്ളത്. അത് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ ഒരു നിലയ്ക്കും UAE അത് സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ UAE-യുടേതായ നിലയിൽ ഒരു വിശദീകരണം വന്നിരിക്കുന്നു. അതായത് യാതൊരു തരത്തിലും തങ്ങൾ യുദ്ധത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു നിലയ്ക്കും യുദ്ധത്തിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നില്ല. തങ്ങളുടെ പരമാധികാരത്തെ സംരക്ഷിക്കാൻ തങ്ങൾക്കറിയാം. അതൊരിക്കലും യുദ്ധം ചെയ്തുകൊണ്ടല്ല, മറിച്ച് ഈ യുദ്ധത്തെ, ഈ ആക്രമണങ്ങളെയൊക്കെയും പ്രതിരോധിച്ചുകൊണ്ടാണ് എന്ന് UAE-യുടെ ഒരു ഔദ്യോഗികമായിട്ടുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അത് ഈ ഘട്ടത്തിൽ വളരെ പ്രധാനമാണ്. കാരണം ഏതാണ്ട് UAE ഇസ്രായേലിനെ ആക്രമിച്ചിരിക്കുന്നു, അവിടേക്ക് ആക്രമണം തൊടുത്തുവിട്ടിരിക്കുന്നു എന്ന് വലിയ തോതിലുള്ള പ്രചാരണം ഉണ്ടായിരുന്നു. അപ്പോൾ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കപ്പെടാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന് UAE വ്യക്തമാക്കിയിരിക്കുകയാണ്. ആ നിലപാട് ശക്തമായ, ആദ്യം മുതലുള്ള നിലപാട്, അവർക്ക് ഇപ്പോൾ പറയാൻ കഴിയുന്ന ഏക നിലപാട്, അത് അത്തരത്തിൽ തന്നെ വ്യക്തമാക്കുകയാണ് UAE. ഒപ്പം തന്നെ ഈ അറബ് ലീഗിൻ്റെതായിട്ടുള്ള ഒരു യോഗം അല്പസമയം മുമ്പ് നടന്നിരുന്നു. അതിൽ ഓരോ രാജ്യങ്ങളും തങ്ങളുടെ നിലപാടുകൾ വ്യക്തമാക്കി. അതിലും UAE ഇതേ നിലപാട് തന്നെയാണ് പറഞ്ഞത്. ഒപ്പം തന്നെ മറ്റ് രാജ്യങ്ങളും തങ്ങളുടെ പരമാധികാരത്തിന് നേരെ നടത്തുന്ന ആക്രമണത്തെ തങ്ങൾ അപലപിക്കുന്നു. പക്ഷേ ഒരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ ആർക്കെങ്കിലും ഒപ്പം ചേരാൻ അല്ലെങ്കിൽ ഒരു തീവ്രമായ നിലപാട് എന്ന രീതിയിലേക്ക് കടത്തി പറയാൻ തങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല എന്ന നിലയിലേക്കാണ് ഓരോ രാജ്യങ്ങളും നിലപാട് പറഞ്ഞത്. അറബ് ലീഗ് ഒന്നാകെ പറഞ്ഞത് ഇറാൻ മറ്റുള്ള ഗൾഫ് രാജ്യങ്ങളിലെ യുദ്ധത്തിലേക്ക് വലിച്ചിഴക്കുകയാണ്, യുദ്ധത്തിലേക്ക് ചേരാൻ താല്പര്യമില്ലാത്ത, സംഘർഷത്തിന് താല്പര്യമില്ലാത്ത രാജ്യങ്ങളുടെ മേൽ കടന്നു കയറിക്കൊണ്ട് പ്രകോപനം ഉണ്ടാക്കുകയാണ്. ഈ പ്രകോപനം നിർത്തണം, ഇത് അപകടകരമായിട്ടുള്ള നീക്കമാണ്. അത്തരത്തിലാണ് അറബ് ലീഗ് ഇക്കാര്യങ്ങളെ വ്യക്തമാക്കിയത്. അപ്പോഴും ഒമാൻ വീണ്ടും ഈ പറയുന്ന ഇറാന് അനുകൂലമായിട്ടുള്ള നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് വളരെ ഒരു ക്രിട്ടിക്കലായ, ക്രൂഷ്യൽ
ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. ഇവിടെ ചർച്ചകൾ നടക്കണം, അനുരഞ്ജനങ്ങൾ ഉണ്ടാകണം. അങ്ങനെ ഒരു നയതന്ത്ര ഇടപെടലുകളിലൂടെ ഇറാനെ സമീപിച്ചുകൊണ്ട് ഈ ആക്രമണത്തിന് കുറവുണ്ടാക്കുന്ന തരത്തിൽ ഈ അമേരിക്കയും ഇസ്രായേലിനെയും സമീപിച്ച് ഇതിലൊരു ഇടിവുണ്ടാക്കണം, കുറവുണ്ടാക്കണം, സംഘർഷം ഒഴിവാക്കണം എന്ന തരത്തിലേക്കൊക്കെയാണ് ഒരു നിലപാട് പറഞ്ഞു പോയത് ഒമാൻ. ഇനി ഏറ്റവും പ്രധാനം, കഴിഞ്ഞ ദിവസം ഈ ആക്രമണം നടന്നു എന്ന് പറഞ്ഞതിനു ശേഷമാണ്, നിർത്തുന്നു എന്ന് പറഞ്ഞതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ ആക്രമണം ശരിക്കും ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം ഒരു ദിവസം 3 ജീവൻ നഷ്ടപ്പെടുന്നത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നത് ഇന്നലെയോടുകൂടിയാണ്. ഇന്നലെയാണ് കുവൈറ്റിൽ 2 സൈനികർക്ക് ജീവൻ നഷ്ടമാകുന്നത്. അതിനപ്പുറത്തേക്ക് റോഡിലൂടെ, ഇതേപോലെ ഒരു റോഡിലൂടെ ഇങ്ങനെ വാഹനം ഓടിച്ചു പോയിക്കൊണ്ടിരുന്ന ഒരു പാകിസ്ഥാനി ഡ്രൈവർക്ക് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടമാകുന്നത് ദുബൈയിൽ അൽബർഷയിലാണ്. അപ്പോൾ ആ രീതിയിൽ അൽബർഷയിലും ഇത്തരത്തിൽ കുവൈറ്റിലുമൊക്കെ ഉണ്ടായ ആക്രമണത്തിൽ മരണം ഉണ്ടാകുന്നു. അങ്ങനെ 3 പേർ മരിക്കുന്നു. അങ്ങനെ സ്ഥിതിഗതികൾ ശരിക്കും ശാന്തമാകുമെന്ന് പ്രതീക്ഷിച്ച ഒരു ഉച്ചയ്ക്കു ശേഷം പിന്നീട് അത് കൂടുതൽ രൂക്ഷമാകുന്ന സ്ഥിതിയാണ് ഇന്നലെ വൈകിട്ടും ഒപ്പം തന്നെ രാത്രിയും കണ്ടത്. ഇന്ന് രാവിലെയൊക്കെ ബഹ്റൈനെ കേന്ദ്രീകരിച്ച് വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടായിരുന്നു. കുവൈറ്റിനെ കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടായി. UAE ഇന്ന് രാവിലെ 2 തവണ അലാറം ഉണ്ടായി. അപ്പോൾ അതൊക്കെയും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ജനജീവിതം ഞാൻ നേരത്തെ കാട്ടിയതുപോലെ സാധാരണഗതിയിലാണ്. ശരി റഹീസ്, ഏതായാലും ഇവിടെ നാട്ടിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ആളുകൾ, അവരുടെ എത്രയോ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അതുപോലെ അടുത്ത പിന്നെ കുടുംബക്കാർ ഒക്കെ തന്നെ ഈ ഗൾഫ് മേഖലകളിൽ വിവിധ രാജ്യങ്ങളിൽ കഴിയുന്നുണ്ട്. അവരെ സംബന്ധിച്ച് ഇപ്പോൾ റഹീസ് നൽകിയ റിപ്പോർട്ട് വളരെ ആശ്വാസകരമായിരിക്കും. ഉറപ്പാണ്, അവർ തമ്മിൽ ആശയവിനിമയം നടത്തുകയും കാര്യങ്ങളൊക്കെ നേരിട്ട് അറിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായി ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ ഈ കാര്യങ്ങൾ വലിയ ആശങ്കയുടെ സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്ന് മനസ്സിലാക്കും. പക്ഷേ റഹീസ്, ഇവിടെ ഇറാൻ നേരത്തെ സ്വീകരിച്ചൊരു നിലപാട്, ഞങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ ആക്രമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, മറിച്ച് ഗൾഫ് രാജ്യങ്ങളിലുള്ള അമേരിക്കയുടെ സൈനിക താവളങ്ങളാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് എന്നാണ്. എന്ന് പറഞ്ഞാൽ ജനവാസ മേഖലകളെ ഞങ്ങൾ ഒഴിച്ചു നിർത്തിയിട്ടുണ്ട്. അമേരിക്ക എവിടെയെങ്കിലുമൊക്കെ ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ അതിനോട് ചേർന്നൊരു അമേരിക്കയുടെ സൈനിക കേന്ദ്രമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥാപനങ്ങളോ വ്യക്തികളോ ഒക്കെ ഉണ്ടാകും എന്നാണല്ലോ. ആ നില തന്നെയാണോ ഇപ്പോഴും ഉള്ളത്? അതല്ല അതിൽ നിന്ന് മാറിയിട്ടുണ്ടോ? ഗൾഫ് രാജ്യങ്ങളെ നേരിട്ട് ആക്രമിക്കുക എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നുണ്ടോ? ഗൾഫ് രാജ്യങ്ങളെ നേരിട്ട് ആക്രമിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുന്നില്ല. അത് ഇപ്പോൾ നമ്മൾ ആക്രമണം നടന്ന ഏത് സ്ഥലം നോക്കുകയായാലും അവിടെ ഒരു അമേരിക്കയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാകും, അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് ഏതെങ്കിലും തരത്തിൽ സഹായങ്ങൾ ലഭിക്കുന്ന ഇടമുണ്ടാകും. ആ തരത്തിലാണ് ആക്രമണം നടന്നിട്ടുള്ളത്. പക്ഷേ അത് ഈ ഡ്രോണുകളും മിസൈലുകളും ഇന്റർസെപ്റ്റ് ചെയ്യുമ്പോൾ അത് എവിടെ വന്നാണ് പതിക്കുക എന്ന് ഒരു പരിധിക്കപ്പുറത്തേക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. ആ പ്രഡിക്റ്റ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് അത് വന്ന് പതിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് ജനവാസ മേഖലയിലാണ് അപകടം ഉണ്ടാക്കുന്നത്. നേരത്തെ ഇപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ഈ അൽബർഷയിൽ കാർ ഓടിച്ചു പോയിരുന്ന ആളുടെ വാഹനത്തിന് മേലേക്കാണ് ഈ പറയുന്ന മിസൈലുകളുടെ അല്ലെങ്കിൽ ഡ്രോണുകളുടെ ഒക്കെ അവശിഷ്ടങ്ങൾ വന്ന് പതിച്ച് അപകടം ഉണ്ടാകുന്നത്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇന്ന് മനാമയിൽ കണ്ടു, ബഹ്റൈനിൽ നിന്നുണ്ടായതും ഇത്തരത്തിൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു കെട്ടിടത്തിന് നേർക്കാണ് ഈ പറയുന്ന അവശിഷ്ടങ്ങൾ വന്ന് പതിച്ചത്. അതിനപ്പുറത്തേക്ക് യൂണിവേഴ്സിറ്റിക്ക് നേരെ ബഹ്റൈനിൽ ആക്രമണം ഉണ്ടായി. അപ്പോൾ ആ തരത്തിൽ എയർപോർട്ടുകൾ കേന്ദ്രീകരിച്ച് ആക്രമണം ഉണ്ടാകുന്നു. ഇതൊക്കെയും ജനജീവിതത്തിനെ സാരമായി ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. അവരെ ആശങ്കപ്പെടുത്തുന്നതാണ്, പേടിപ്പെടുത്തുന്നതാണ്. അപ്പോൾ നേരിട്ട് ഞങ്ങൾ ഇന്ന സ്ഥലത്തേക്ക് ആക്രമിക്കുന്നില്ല എന്ന് പറയുമ്പോഴും ആക്രമണം തുടരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ രാജ്യങ്ങൾക്കെല്ലാം അതിനെ പ്രതിരോധിക്കേണ്ടി വരും. അങ്ങനെ പ്രതിരോധിച്ച് അത് ഇന്റർസെപ്റ്റ് ചെയ്ത് വന്ന് വീഴുന്നത് സ്വാഭാവികമായിട്ടും ജനവാസ മേഖലകളിലായിരിക്കും. അത് ആളുകൾക്ക് കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, പ്രതിസന്ധി ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തരത്തിലുമുള്ള സംശയമില്ല. ആദ്യ ദിവസങ്ങളിലൊക്കെ ഈ UAE-യിലായിക്കോട്ടെ മറ്റ് സ്ഥലങ്ങളിലായിക്കോട്ടെ അത് ഈ ചില തുറമുഖങ്ങളിലടക്കം നടന്ന ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങളിൽ കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. ജനജീവിതത്തിനെ നേരിട്ട് ബാധിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നില്ല. പക്ഷേ ഒരു 2ാം ദിവസം 3ാം ദിവസമൊക്കെ തൊട്ട് നടന്ന ആക്രമണങ്ങൾ അത് ആളുകളുടെ ജീവിതത്തിനെ ഒരു പേടിപ്പെടുത്തുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. ഈ അലാറം സൗണ്ട് വരുമ്പോൾ തന്നെ ഉണ്ടാകുന്ന ഒരു ഭീതി നമ്മളിവിടെ ഇത് പലതരത്തിലാണ് റീസ്. ഇപ്പോൾ നേരത്തെ ഇസ്രായേലിൽ നിന്നൊക്കെ ചില ആളുകൾ പറയുന്നത് അവിടെ നേരത്തെ ഈ മിസൈൽ വന്ന് പതിക്കുന്ന സമയം ഉണ്ടാകുമ്പോൾ, അതായത് ഇറാന്റെ ആക്രമണം നേരിടുന്ന സമയങ്ങളിൽ വളരെ നേരത്തെ 1 മണിക്കൂറും 1.5 മണിക്കൂർ നേരത്തെയൊക്കെ ഈ അപായ സൈറൻ അതല്ലെങ്കിൽ അവർക്ക് മുന്നറിയിപ്പ് സന്ദേശങ്ങൾ ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അതിൻ്റെ ദൈർഘ്യം വളരെ കുറഞ്ഞു. കാരണം 1-1.5 മിനിറ്റ് മുമ്പ് ഒക്കെ ഈ അലാറം അടിക്കുകയും പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു സുരക്ഷിത ഇടത്തിലേക്ക് മാറി നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നൊക്കെ ഇസ്രായേലിൽ നിന്നുമുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളൊക്കെ നമുക്ക് വിശദമായി പരിശോധിക്കേണ്ടതാണ്. മുഹമ്മദ് റഹീസ്, ഞങ്ങളുടെ പ്രതിനിധി, ദുബായിൽ നിന്ന് നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് ഇപ്പോഴും ജനവാസ മേഖലകളോ താമസ സമുച്ചയങ്ങൾ കേന്ദ്രീകരിച്ചോ ഒന്നുമുള്ള ആക്രമണം UAE-യിലെങ്ങും നടക്കുന്നില്ല. UAE തിരിച്ചടിച്ചു എന്ന് വരുന്ന വാർത്തകൾ ഇതുവരെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇന്ന് മരണങ്ങൾ സ്ഥിരീകരിച്ചതിൻ്റെ വിശദാംശങ്ങൾ റഹീസ് നൽകി. അതോടൊപ്പം തന്നെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ
ലക്ഷ്യമിട്ടുള്ള അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങൾ തന്നെയാണ് ഇറാന്റെ ആക്രമണം അവിടെ ആ മേഖലയെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അതിനപ്പുറത്ത് സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്നതോ അവിടെ കഴിയുന്നവരെ ആശങ്കയിലാക്കുന്നതോ ആയ തരത്തിലേക്ക് സ്ഥിതിഗതികൾ മാറിയിട്ടില്ല എന്ന ആശ്വാസകരമായ വിവരമാണ് ഇപ്പോൾ മുഹമ്മദ് റയീസ് പങ്കുവച്ചത്. നമുക്ക് റയീസിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, അതോടൊപ്പം ശ്രീ താജ് ആലുവ എന്നിവർ നമ്മുടെ അതിഥികളായി തുടരുകയും ചെയ്യും എൻകൗണ്ടറിൽ. നമുക്ക് ചെറിയൊരു ഇടവേള എടുക്കാം, വളരെ പെട്ടെന്ന് തിരികെ എത്താം. ഇടവേളയ്ക്ക് ശേഷം ചർച്ചയിലേക്ക് വീണ്ടും. ഡോക്ടർ മോഹൻ വർഗീസ്, സമാധാനത്തിന്റെ സകല സാധ്യതകളും ഇല്ലാതാക്കിയത് അമേരിക്കയാണ് എന്ന ആരോപണമുണ്ട് ഇറാന്. ഇപ്പോൾ നേരത്തെ ശ്രീ താജ് ആലുവ പറഞ്ഞു, പ്രതീക്ഷിച്ച പോലെ എളുപ്പത്തിൽ കീഴടക്കാനോ ഭരണമാറ്റമാണ് ലക്ഷ്യമെങ്കിൽ അത് എളുപ്പത്തിൽ സാധ്യമാകുന്ന തരത്തിലോ അല്ല കാര്യങ്ങൾ എന്നിപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ബോധ്യപ്പെട്ടു എന്ന് അദ്ദേഹം ഒരു നിരീക്ഷണം നടത്തി. മാത്രമല്ല, ഈ ആയുധങ്ങളുടെ കുറവ് അത് സ്വാഭാവികമായും ഈ യുദ്ധം അധികം നീണ്ടുപോകാൻ ഇടയാക്കില്ല എന്ന ഒരു നിരീക്ഷണവും അദ്ദേഹത്തിനുണ്ട്. ഡോക്ടർ മോഹൻ വർഗീസ്, താങ്കൾ അതിനോട് പൂർണ്ണമായി യോജിക്കുമോ? പിന്നെ എന്തുകൊണ്ടായിരിക്കാം സമ്പൂർണ്ണമായ നാശം കാണുന്നതുവരെ ഞങ്ങൾ യുദ്ധമുഖത്തുണ്ടാകും എന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ അദ്ദേഹം എപ്പോഴും പറയുന്നത് പോലെ ഒരല്പം കയറ്റി പറഞ്ഞു എന്ന് മാത്രം കരുതിയാൽ മതിയോ? കാര്യങ്ങൾ ഇവരുടെ രണ്ടുപേരുടെയും നിയന്ത്രണത്തിന് പുറത്തേക്ക് പോവുകയാണോ? ഏറ്റവും അധികം തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്കാണ് സമാധാനം. അമേരിക്ക എന്തുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു? ഇസ്രായേൽ എന്തുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു? ആത്യന്തിക സമാധാനം ആ മേഖലയിൽ പുലരണം എങ്കിൽ ഇറാന്റെ കയ്യിലെ ആണവ ആയുധങ്ങൾ, വിനാശകാരികളായ മിസൈലുകൾ അവസാനിപ്പിക്കണം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു സമാധാനം, ആ പ്രതീക്ഷയാണ് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ അമേരിക്കയും ഇസ്രായേലും ഉണ്ടായിരുന്നത്. പക്ഷെ നോക്കൂ ശ്രീ ഗോപികൃഷ്ണൻ, ഒരു യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് 1000 വട്ടം ആലോചിക്കേണ്ട കാര്യങ്ങളുണ്ട്. വലിയ ഗവേഷണം, റിസർച്ച് എല്ലാം ചെയ്തതിന് ശേഷം ഇതിൻ്റെ കൃത്യമായ ഒബ്ജക്റ്റീവ്സ് നിർവഹിക്കണം. അത് ഡിഫൈൻ ചെയ്യേണ്ടതുണ്ട്. നമ്പർ 1 ഒബ്ജക്റ്റീവ്, നമ്പർ 2 ഒബ്ജക്റ്റീവ്. ആ ഒബ്ജക്റ്റീവ് അത് എത്ര കാലത്തിനുള്ളിൽ നേടിയെടുക്കാം എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടാകണം. അത് ആക്രമണ വിധേയമാകുന്ന രാജ്യത്തിന് ഇതൊന്നും ബാധകമല്ല. ആക്രമണകാരിയാകുന്ന രാജ്യത്തിന് വ്യക്തമായ ടാർഗറ്റ് ഉണ്ടാകണം, ടൈം ലൈൻ ഉണ്ടാകണം, ഒബ്ജക്റ്റീവ് ഉണ്ടാകണം. ഇതുണ്ട് എന്നാണ് അമേരിക്ക പറയുന്നത്. പക്ഷേ യുദ്ധം ഒരാഴ്ച കഴിഞ്ഞ് 8-9 ദിവസം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ ഒബ്ജക്റ്റീവ്സ് എത്രത്തോളം പൂർത്തീകരിക്കാനായി അമേരിക്ക ക്ലെയിം ചെയ്യാം. ആദ്യ മണിക്കൂറിൽ തന്നെ ഇറാന്റെ പരമോന്നത നേതൃത്വം അസ്തമിച്ചു കഴിഞ്ഞു. അത് വലിയൊരു സ്ട്രൈക്കാണ് അവിടെ നടന്നത്. അവിടെ ഒരു വലിയ വിജയം, ഭാഗികമായ ഒരു വിജയം, ഒരു ടാർഗറ്റാണ്. നിലവിലുള്ള ഭരണകൂടത്തിൻ്റെ ടോപ്പ് ഗൺ, അതായത് അയത്തുള്ള അലി ഖൊമേനി എലിമിനേറ്റഡ് ആകുന്നു. അത് നേടിക്കഴിഞ്ഞു. പക്ഷേ ആ ഭരണകൂടം മാറുക, ആ രീതികൾ മാറുക എന്നതാണ് യഥാർത്ഥ ഒബ്ജക്റ്റീവ് എങ്കിൽ അതിപ്പോഴും സാധ്യമായിട്ടില്ല. അയത്തുള്ള അലി ഖൊമേനി നയിച്ച ആ ഭരണകൂടം അതേ രീതിയിൽ അദ്ദേഹം മാറി. പക്ഷേ പുതിയ നേതൃത്വം, അതാരെന്നിപ്പോൾ നമ്മൾ അറിയുന്നില്ല, അത് തുടരുന്നു. അപ്പോൾ ആ ഒബ്ജക്റ്റീവ് ഇല്ല. ഇനി സബ്സിക്വൻറ്റ് ഒബ്ജക്റ്റീവ്, ഇതിലേക്കുറിച്ച് പറഞ്ഞത് ആണവായുധങ്ങളെ കുറിച്ചാണല്ലോ. ആണവ കേന്ദ്രങ്ങളിൽ ശക്തമായ ബോംബിംഗ് നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ അതുകൊണ്ടുണ്ടാകാവുന്ന വികിരണങ്ങൾ, യഥാർത്ഥത്തിൽ ഇറാന്റെ ഭൂമിയും വിട്ടു പോകും ഈ വികിരണങ്ങൾ. അത് വലിയ ഒരു വിപത്ത് തന്നെയാണ്. നഥാൻസിൽ കഴിഞ്ഞ ആഴ്ച ഉണ്ടായതായി കരുതപ്പെടുന്ന ആക്രമണം, അത് IAEA ഇൻസ്പെക്ഷൻ വരെ അവിടെ നടന്നു. അപ്പോൾ കാര്യമായ ആണവ വികിരണം ഉണ്ടായിട്ടില്ല. ആണവ നിലയത്തിൽ ആക്രമണമുണ്ടായി. ഇപ്പോൾ ഫർദോയിലും നഥാൻസിലും ഇസ്ഫഹാനിലും ഒക്കെയുള്ള ആണവ നിലയങ്ങൾ കഴിഞ്ഞ വർഷം 2025 ജൂൺ മാസം മധ്യത്തിൽ ആക്രമിച്ച് പൂർണ്ണമായി ഒബ്ലിറ്ററേറ്റഡ് എന്ന വാക്കാണ് ട്രംപ് ഉപയോഗിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ. അതായത് തിരിച്ച് റീഇൻസ്റ്റേറ്റ് ചെയ്യാനാവാത്ത രീതിയിൽ നശിപ്പിച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെയെങ്കിൽ എന്തിനായിരുന്നു വീണ്ടും ഒരാക്രമണം? 6 മാസം 7 മാസം മുൻപ് നശിപ്പിച്ച ഒരു കാര്യം വീണ്ടും ഒരിക്കൽ കൂടെ നശിപ്പിക്കാൻ എന്തിനായിരുന്നു യുദ്ധം എന്ന് ചോദിക്കുന്ന പലരുമുണ്ട്. അതുകൊണ്ട് ഒബ്ജക്റ്റീവ് എന്നത് ആണവ വിഷയം അല്ലായിരുന്നു. ഇസ്രായേൽ വേറൊരു ന്യായം പറഞ്ഞിരുന്നു. കാരണം അവിടെ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണങ്ങൾ നടക്കുന്നു. അത് 8,000 മുതൽ 10,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകൾ ലക്ഷ്യം വെക്കാൻ പോകുന്നത് അമേരിക്കൻ മണ്ണിനെയാണ് എന്നൊരു കാര്യം കൂടി പിന്നെ രണ്ടാമതായി ഇസ്രായേൽ പറഞ്ഞിരുന്നു, അല്ലേ? ഇറാനൊക്കെ ഒരു ടെക്നോളജി ഗെയിൻ ചെയ്താലും ഇപ്പം ഇതൊക്കെ ക്ലെയിം അല്ലേ? ഇറാൻ പോലും ക്ലെയിം ചെയ്തിട്ടില്ല. സാധാരണഗതിയിൽ ഏകാധിപത്യ ഭരണകൂടങ്ങൾ, കൊറിയയിലെയൊക്കെ കിം ജോങ് ഉന്നൊക്കെ ക്ലെയിം ചെയ്യുന്നത് ഉള്ളതിനേക്കാൾ ലേശം കൂടുതൽ പ്രഹരശേഷി ഉള്ള മിസൈലുകൾ തങ്ങൾക്കുണ്ട് എന്നല്ലേ ക്ലെയിം ചെയ്യുന്നത്. അവർ ആണവശക്തി കൂടിയാണ്. കൊറിയ ആണവശക്തി തന്നെയാണ്. തീർച്ചയായും പോർമുനകൾ വഹിക്കാൻ കഴിയും. പക്ഷേ 8,000 കിലോമീറ്റർ ഉള്ള മിസൈലുകൾ ഉണ്ടാവാം.
ഇനി 10,000 കിലോമീറ്റർ അകത്ത് അമേരിക്കയുടെ ഭൂമിയുടെ എല്ലാ അറ്റത്തും അറ്റ്ലാന്റിക് തീരത്തും പസഫിക് തീരത്തും എത്തിച്ചേരാൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഇറാന് ഉണ്ട് എന്ന് തന്നെ കരുതുക. അതിൻ്റെ പോർമുന എന്താണ്? ഇപ്പോൾ ഏതാനും കിലോ ടൺ മാത്രമുള്ള സ്ഫോടക ശേഷിയുള്ള പോർമുനകൾ മാത്രമല്ല ഇറാന്റെ മിസൈലുകൾക്കുള്ളൂ. അതല്ലേ ഉള്ളൂ. ആണവ പോർമുനകൾ വഹിക്കാത്ത മിസൈലുകൾ ആ രീതിയിൽ അമേരിക്കയ്ക്കോ മറ്റ് രാജ്യങ്ങൾക്കോ ഒരു ത്രെട്ട് അല്ല. ഇന്റർസെപ്ഷൻ, വലിയ രീതിയിലുള്ള ഇന്റർസെപ്ഷൻ ആണല്ലോ ഉള്ളത്. ഇസ്രായേലിന് മാത്രമല്ലല്ലോ, അമേരിക്ക മുഴുവൻ കവർ ചെയ്യുന്ന ഒരു വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. അമേരിക്ക ഇതുവരെ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം കാര്യമായി ടെസ്റ്റഡ് ആയിട്ടില്ല. അപ്രതീക്ഷിതമായി 9/11/2001 സംഭവിച്ചു. അത് അപ്രതീക്ഷിതമായ ഒരു ആക്രമണമാണ്. അൺകൺവെൻഷണൽ മെത്തേഡാണ്. വിമാനം കൊണ്ടുപോയി, 2 വിമാനങ്ങൾ കൊണ്ടുപോയി വേൾഡ് ട്രേഡ് സെന്ററിന്റെ ട്വിൻ ടവേഴ്സ് ആക്രമിച്ചു. അതൊരു കൺവെൻഷണൽ യുദ്ധമായിരുന്നില്ല, ഒരു ഒറ്റപ്പെട്ട ആക്രമണമായിരുന്നു, തീവ്രവാദ ആക്രമണമായിരുന്നു അൽ-ഖൈദയുടെ. അതല്ലാതെ അമേരിക്കൻ മണ്ണിലേക്ക് ആക്രമണം ഇന്നേ വരെ ഇതിന് പുറത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഇറാനും അമേരിക്കയും ധ്രുവങ്ങൾ മാറിക്കിടക്കുന്ന രാജ്യങ്ങളാണ്. അതുകൊണ്ട് അതൊക്കെ വെറും ന്യായീകരണത്തിന് വേണ്ടി പറയുന്ന കാര്യങ്ങളല്ലാതെ ഇറാന്റെ മിസൈലുകൾ വിപത്ത് സൃഷ്ടിക്കുന്നത് ഇസ്രായേലിൽ തന്നെയാണ്. ചെറിയ രാജ്യമാണ്. കേരളത്തിന് അത്രയും പോലും ജനസംഖ്യയുള്ള രാജ്യമല്ല, വളരെ ചെറിയ ടെറിട്ടറിയാണ് ഇസ്രായേൽ എന്ന് ഓർക്കണം. അപ്പോൾ ഇറാന്റെ ഹിറ്റിംഗ് റേഞ്ചിന് ഉള്ളിൽ തന്നെയാണ് ഇസ്രായേലിൻ്റെ എല്ലാ നഗരങ്ങളും എല്ലാ പ്രദേശങ്ങളും. ഡിമോണ ആണവ നിലയം ഉൾപ്പെടെ ഹിറ്റിംഗ് റേഞ്ചിലാണ്. അവിടെയൊക്കെ ആണവ സ്ഫോടനം ഉണ്ടാകാൻ സാധ്യതയുള്ള വികിരണം എൻറ്റയർ ഇസ്രായേലിനെ എൻഗൾഫ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളതാണ്. അതുകൊണ്ട് നിലനിൽപ്പ് വളരെ ബുദ്ധിമുട്ടാണ്. ഇസ്രായേലിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം. അതുകൊണ്ട് പ്രീഎംറ്റീവായി ഇറാൻ എന്തെങ്കിലും ആണവായുധങ്ങൾ കൈവരിച്ച് ആ ആണവ സാങ്കേതിക വിദ്യ നേടിയതിനു ശേഷം പോർമുനകളായി മാറ്റി ആ മിസൈലുകൾ കൃത്യതയോടെ ഇസ്രായേൽ പതിച്ചാൽ ഇസ്രായേലിന് സർവനാശം. ഇറാൻ്റെ ഒരു ക്ലോക്ക് ഉണ്ടല്ലോ, വിഖ്യാതമായ അവർ പറയുന്ന ഒരു ക്ലോക്ക്, ഒരു ഡിജിറ്റൽ ഡിവൈസ് ഉണ്ടല്ലോ. 2040 ആണ്ടിൽ ഈ ടെഹ്റാനിൽ, ഇപ്പോൾ ടെഹ്റാനിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഡിജിറ്റൽ ക്ലോക്ക് അത് പുറകോട്ട് സഞ്ചരിക്കുകയാണ്. അതായത് 2015 അയത്തുള്ള അലി ഖുമൈനിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ടെഹ്റാനിൽ പ്രത്യേക സ്ക്വയറിൽ ഹീബ്രു ഭാഷയിലും പേർഷ്യൻ ഭാഷയിലും ഒക്കെ ലിഖിതങ്ങളുള്ള ആ സ്ക്വയറിൽ വെച്ചിരിക്കുന്ന ആ ക്ലോക്കിൽ ഇസ്രയേലിന് 2040 മരണം, അതായത് ഇസ്രയേലിൻ്റെ ഇറാൻ ഈ ഭൂമുഖത്ത് നിന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യും. അത്രയധികം കോൺക്രീറ്റായി ഒരു കാര്യം പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായി ഇസ്രായേൽ പറയാൻ കഴിയും അവർ തങ്ങളെ ആക്രമിക്കും, തങ്ങൾ അതുകൊണ്ട് തിരിച്ചടിക്കുക എന്നതല്ല, പ്രിയംറ്റീവായിട്ട് തന്നെ അവരെ ആക്രമിക്കാൻ തങ്ങൾക്ക് അവകാശമുണ്ട്. ഈ നിലനിൽപ്പിന് ഓരോ രാജ്യത്തിനും എക്സിസ്റ്റൻസിന് അവകാശമുണ്ടല്ലോ. അതുകൊണ്ടാണ് ഈ എക്സിസ്റ്റൻസിൽ വിശ്വസിക്കാത്ത ഒരു രാജ്യത്തെ ഏകപക്ഷീയമായി ആക്രമിക്കുക എന്ന നയമാണ് അവിടെ ഇസ്രായേൽ പുലർത്തിയിരുന്നത്. പക്ഷേ ഇവിടെ വീണ്ടും ചോദ്യം, how much of coordination was there, how much of clarity was there, how much of conviction was there? ഇനി യുദ്ധം നടക്കട്ടെ, പിടിക്കാവുന്നിടത്തോളം പിടിക്കാം, നടക്കാവുന്നിടത്തോളം നടക്കാം, നേടാവുന്നിടത്തോളം നേടാം എന്ന ധാരണയിലാണോ യുദ്ധമെങ്കിൽ ഒട്ടും പ്രൊഫഷണൽ സമീപനമല്ലാതെ അമേരിക്കയ്ക്കും ഇസ്രായേലിനും കൃത്യമായ പ്രൊഫഷണൽ സമീപനത്തോടെ ഒരു യുദ്ധത്തെ പോലും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നാണ് ലോകം വിചാരിച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ടേൺ ഓഫ് ഇവൻറ്റ്സ് അനുസരിച്ച് തന്ത്രങ്ങളൊക്കെ നമുക്ക് മനസ്സിലാകും കുറേയൊക്കെ. പക്ഷേ പ്രൊഫഷണലിസം അവിടെ കുറഞ്ഞിരിക്കുന്നു. സോഫ്റ്റ് ടാർഗറ്റുകൾ ആ സ്കൂളിൽ ഉൾപ്പെടെ, ഇറാനിലെ ഒരു സ്കൂളിൽ അബദ്ധവശാൽ പോലും അത് ഈ ഹോർമൂസ് കടലിടുക്കിനോട് അഭിമുഖമായി കിടക്കുന്ന ഒരു സ്ഥലത്താണ് 168 പിഞ്ച് കുഞ്ഞുങ്ങളാണ് പിടഞ്ഞു മരിച്ചത്. അപ്പോൾ ഇതൊക്കെ കൊളാട്രൽ ഡാമേജ് എന്ന് ലളിതയുക്തി കൊണ്ട് തള്ളിക്കളയാനാവുമോ? ഇത്രയധികം സാറ്റലൈറ്റ് സർവൈലൻസ് ഉള്ള ഒരു രാജ്യം അമേരിക്കയും ഇസ്രായേലിനും അത്രയും ഉണ്ടായതിനു ശേഷം ഈ സോഫ്റ്റ് ടാർഗറ്റുകളിൽ അപകടം വിതയ്ക്കുമ്പോൾ തീർച്ചയായും ലോക മനസാക്ഷി ദീർഘകാലം നീണ്ടു നിന്നാൽ ലോക മനസാക്ഷി ഉടരുക തന്നെ ചെയ്യും. അമേരിക്കയ്ക്കുള്ളിലെ പൊതുജനാഭിപ്രായം കൃത്യമായി ഉണരും. ഇപ്പോൾ നിലവിൽ ട്രംപിനൊരു മേൽക്കൈയുണ്ട്. സെനറ്റും ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സും അനുവദിച്ചിരിക്കുന്നു. ട്രംപിന് അധികാരങ്ങളുണ്ട്. പ്രസിഡന്റ് എന്നുള്ള നിലയിൽ യുദ്ധ സമയത്ത് പ്രത്യേക അധികാരങ്ങളുണ്ട്. ഗോ അഹെഡ്. പക്ഷേ റിപ്പബ്ലിക്കൻ ക്യാമ്പിൽ തന്നെ വേറിട്ട ചിന്തകളുണ്ട്. മൊത്തത്തിൽ ശ്രീ ത്രാജാലോ പറഞ്ഞതുപോലെ ട്രംപിന്റെ ജനപ്രീതി ഏറ്റവും താഴത്തെ നിലയിൽ നിൽക്കുന്ന ഒരു സമയമാണിത്. അങ്ങനെ നോക്കുമ്പോൾ 2026 നവംബറിൽ നടക്കാനുള്ള ഇടക്കാല തെരഞ്ഞെടുപ്പിൽ റിപ്പബ്ലിക്കൻസിന് വലിയ തിരിച്ചടി സെനറ്റിലും ഹൗസിലും ലഭിച്ചാൽ ഒരുപക്ഷെ ട്രംപിന് തിരിച്ചടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാനിതാ റിയാദിൽ നിന്ന് ഇപ്പോൾ എന്താണ് സൗദിയിലെ സാഹചര്യങ്ങൾ നമുക്ക് നോക്കാം. ജിദ്ദയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ജലീൽ കണ്ണമംഗലം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ഇപ്പോൾ ജലീൽ, ഇവിടെ ഇന്നിപ്പോൾ അറബ് ലീഗ് യോഗം ചേർന്നിരുന്നു. ഇനി ഇറാൻ കഴിഞ്ഞ ദിവസം പെസഷ്കിയാൻ പറഞ്ഞതുപോലെയല്ല, ഇറാൻ അയൽ രാജ്യങ്ങളെ ആക്രമിക്കുന്നുണ്ട്, അതിൽ ജനവാസ കേന്ദ്രങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നൊക്കെ രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്താണ് സൗദിയിലെ നിലവിലെ സാഹചര്യം? സൗദി ഭരണകൂടം ഇറാൻ്റെ ഇപ്പോഴത്തെ നിലപാടിനെ എങ്ങനെയാണ് കാണുന്നത്? എന്തായിരിക്കും
ഈ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ സൗദി സ്വീകരിക്കാൻ പോകുന്ന നിലപാട്? ജി.കെ, ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കാൻ ഇറാൻ ഇതുവരെ ഉപയോഗിച്ചത് 2800ഓളം ഡ്രോണുകളും മിസൈലുകളുമാണ്. അതിൽ സൗദിക്കെതിരെ മാത്രം ഇതുവരെ 98 ഡ്രോണുകളും 16 മിസൈലുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തി എന്നാണ് സൗദി പ്രതിരോധ മന്ത്രാലയം പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നത്. സൗദിക്കെതിരെയും കഴിഞ്ഞ ഇന്നലെയും ഇന്നുമായിട്ട് വളരെ ശക്തമായ ആക്രമണമാണ് ഇറാൻ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മാത്രം സൗദിക്ക് നേരെ 35 ഡ്രോണുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി. ഇതെല്ലാം സൗദി പ്രതിരോധ സേന തകർത്തു. കൂടുതലും റിയാദ് ലക്ഷ്യമാക്കിയാണ് ഇന്ന് ആക്രമണം ഉണ്ടായത്. അതിൽ ഏറ്റവും പ്രധാനം റിയാദിലെ നയതന്ത്ര മേഖലയായ ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ഇത് ആദ്യമായിട്ടല്ല. ആദ്യം റിയാദിലെ അമേരിക്കൻ എംബസിക്ക് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. ചെറിയ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ റിയാദിലുള്ള ഡിപ്ലോമാറ്റിക് ക്വാർട്ടറിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അതും സൗദി പ്രതിരോധ സേന അത് തകർത്തു. നമുക്കറിയാം അമേരിക്ക, ഇന്ത്യ, UK, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ എംബസികൾ സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയാണ് ഡിപ്ലോമാറ്റിക് ക്വാർട്ടർ. ആർക്കും ഈ ആക്രമണത്തിൽ പരിക്കില്ല, നാശനഷ്ടങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഷൈബ എണ്ണപ്പാടത്തിന് നേരെയും ഇന്ന് ഡ്രോൺ ആക്രമണം ഉണ്ടായി. ഇതുവരെ ഷൈബ എണ്ണപ്പാടത്തിന് നേരെ 22 തവണയാണ് ഇറാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇതിന് പുറമെ നമുക്കറിയാം റുബൽ ഖാലി മരുഭൂമി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മരുഭൂമിയാണ് റുബൽ ഖാലി മരുഭൂമി. ഇവിടെയാണ് ഈ ഷൈബ എണ്ണപ്പാടം ഉള്ളത്. അറാംകോയുടെ ഉടമസ്ഥതയിലാണ് ഇതുള്ളത്. സൗദിയുടെ തെക്ക് കിഴക്ക് ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും സൗദിയിൽ ജനജീവിതത്തിന് യാതൊരു മാറ്റവുമില്ല. ജനജീവിതം സാധാരണ രീതിയിലാണ്. അപകട സൂചനയായി സൈറണുകൾ മുഴങ്ങുന്ന ഒരു സ്വഭാവം സ്ഥിരമായിട്ട് ഈ സൗദി അറേബ്യയിൽ ഇല്ല. സ്കൂളുകൾ സാധാരണ പോലെ പ്രവർത്തിക്കുന്നു, എയർപോർട്ടുകൾ സാധാരണ പോലെ പ്രവർത്തിക്കുന്നു, ഓഫീസുകളും കായിക പരിപാടികളൊക്കെ നടക്കുന്നു. റമദാനുമായി ബന്ധപ്പെട്ട റമദാൻ ചന്തകൾ നടക്കുന്നു. മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികളുടെ ഇഫ്താർ സംഗമങ്ങളൊക്കെ സാധാരണ പോലെ എല്ലാ റമദാനും പോലെ ഇത്തവണയും നടന്നുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ താവളങ്ങൾ മാത്രമല്ല ലക്ഷ്യം എന്ന് ഇറാൻ പറയുമ്പോഴും സൗദിയെ സാമ്പത്തികമായി തകർക്കുക എന്ന ഒരു ലക്ഷ്യം ഉണ്ട് വളരെ വ്യക്തമാണ്. ഉദാഹരണം, ഇപ്പോൾ ഈ ഷൈബ എണ്ണപ്പാടത്തിന് നേരെ ആക്രമണം തുടർച്ചയായി ഉണ്ടായി. റാസ്താൻ നൂറയിലെ അറാംകോ എണ്ണപ്പാടത്തിന് എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടായി. ഇതിനൊക്കെ പുറമെ ഇപ്പോൾ ഈ ഹോർമുസ് കടലിടുക്ക് വഴിയുള്ള തടസ്സങ്ങൾ നേരിടുമ്പോൾ അതും സൗദിയെ വളരെ കാര്യമായി ബാധിക്കും. 20% എണ്ണ നീക്കം ഇതുവഴിയാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ എണ്ണ വിതരണത്തിൽ ഇപ്പോൾ സൗദി ബദൽ മാർഗങ്ങൾ കണ്ടെത്തുകയാണ്. ഹോർമുസ് പാതയ്ക്ക് ബദലായി ഒരു പാത, അതായത് യാംബു വഴി എണ്ണ വിതരണം നടത്താനുള്ള ഒരു ശ്രമത്തിലാണ് ഇപ്പോൾ സൗദി. സൗദിയുടെ കിഴക്ക് ഭാഗത്ത് നിന്ന് പടിഞ്ഞാറ് തീരത്തേക്ക് എണ്ണ പൈപ്പ് മാർഗം എത്തിച്ച് ആഗോള വിപണിയിലേക്ക് എണ്ണ കയറ്റുമതി ചെയ്യാനാണ് സൗദിയുടെ ഇപ്പോഴത്തെ നീക്കം. ഇന്ത്യ ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട ഈ രാജ്യങ്ങളോടൊക്കെ ഈ പടിഞ്ഞാറൻ തീരത്ത് നിന്ന്, ചെങ്കടൽ തീരത്ത് നിന്ന് എണ്ണ വാങ്ങാൻ സൗദി ആവശ്യപ്പെട്ട് കഴിഞ്ഞു. പ്രതിദിനം 50 ലക്ഷം ബാരൽ എണ്ണ ഇതുവഴി ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. ഇപ്പോൾ സൗദി അറാംകോ ഈ സമയത്ത് ഇപ്പോൾ ഇന്നുള്ള ഏറ്റവും പുതിയ വിവരം, സൗദി അറാംകോ തങ്ങളുടെ എണ്ണ കപ്പലുകൾ യാംബു തുറമുഖത്തേക്ക് തിരിച്ചുവിട്ടു എന്നുള്ളതാണ്. ഈ ഒരു സാഹചര്യത്തിൽ നിലവിലെ സാഹചര്യം പരിഗണിച്ച് താൽക്കാലികമായാണ് ഈ നടപടി. ജലീൽ, ഇപ്പോൾ ഈ സ്വാഭാവികമായിട്ടും ഈ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ അവിടെ ജനജീവിതത്തെ ഏതെങ്കിലും ഡയറക്റ്റായി ബാധിക്കുന്ന സ്ഥിതിയുണ്ടോ? അതായത് ഇപ്പോൾ ഇന്ത്യക്കാർ അടക്കമുള്ളവരുടെ ഉൾപ്പെടെയുള്ളവരുടെ സുരക്ഷ സംബന്ധിച്ച കാര്യങ്ങളിൽ എന്തെങ്കിലും ആശങ്കയുണ്ടോ? ഗോപികൃഷ്ണൻ, ഇതുവരെ അങ്ങനെ യാതൊരു ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലാന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ എംബസിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു തരത്തിലും ഇവിടെ ജനജീവിതത്തെ ഇത് ബാധിച്ചിട്ടില്ല. ഓഫീസുകളും എല്ലാ ഈ ഷോപ്പിംഗ് മാളുകളും മറ്റുള്ള മാർക്കറ്റും വിപണികളൊക്കെ വളരെ സജീവമായിട്ട് സാധാരണ എങ്ങനെയാണോ യുദ്ധത്തിന് മുമ്പുണ്ടായിരുന്നത് അതുപോലെ തന്നെയാണ്. ഒരു മാറ്റവും ഇല്ലാതെ ഇവിടെ തുടരുന്നുണ്ട്. ഇപ്പോൾ സൗദി പ്രോ ലീഗിന്റെ ഓരോ റൗണ്ട് മത്സരങ്ങളും സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്നുണ്ട്. അതിൽ നിന്നും യാതൊരു ഒരു കായിക മത്സരങ്ങളും ഫുട്ബോളുകൾ AFC മത്സരങ്ങളൊക്കെ റദ്ദാക്കി, ഗൾഫിന്റെ വിവിധ ഭാഗങ്ങളിൽ റദ്ദാക്കിയിട്ട് പോലും സൗദി പ്രോ ലീഗിന്റെ ഒരു മത്സരം പോലും സൗദിയിൽ ഇതുവരെ റദ്ദാക്കിയിട്ടില്ല. റമദാൻ ചന്തകളും ഇഫ്താർ സംഗമങ്ങളാണ് ഏറ്റവും പ്രധാനം. റമദാനിന്റെ എല്ലാ ദിവസങ്ങളും പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെയുള്ള കൂട്ടായ്മകൾ വലിയ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന ഇഫ്താർ സംഗമങ്ങൾ അതും ഔട്ട്ഡോറിൽ സംഘടിപ്പിച്ചു വരികയാണ്. ഇതിനൊന്നും യാതൊരു കുറവും ഇതുവരെ ഉണ്ടായിട്ടില്ല.
ശരി, ജിദ്ദയിൽ നിന്ന് ജലീൽ കണ്ണമംഗലം ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. സൗദിയിലെയും UAE-യിലെയും ഒക്കെ സാഹചര്യങ്ങൾ നമ്മൾ പരിശോധിച്ചു. നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ച്, നമ്മുടെ സഹോദരന്മാരെ സംബന്ധിച്ച് അവർ ഏറെ സുരക്ഷിതരായി തന്നെയാണ് ഈ രാജ്യങ്ങളിൽ ഇപ്പോൾ ഉള്ളത്. സമഗ്രമായി നമ്മൾ ഈ റിപ്പോർട്ടുകൾ പരിശോധിക്കുകയായിരുന്നു. നമുക്കൊരു ചെറിയ ഇടവേള എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ശ്രീ താജ് ആലുവ നമ്മളോടൊപ്പം ഉണ്ടാകും ഇടവേളയ്ക്ക് ശേഷം. ശ്രീ താജ് ആലുവ, എന്തായിരിക്കും ഈ യുദ്ധത്തിന്റെ ഭാവി? അതായത് ഇപ്പോൾ ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട വാചകമുണ്ട്. അതായത് കഴിഞ്ഞ 40 വർഷമായി താൻ ആഗ്രഹിച്ചിരുന്ന ഒരു സംഗതിയാണ് ഇത് എന്നാണ്. അതായത് 1979 ഇറാനിലെ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം ഇറാനിലെ ഭരണകൂടത്തെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യാനായിട്ട് താൻ കഴിഞ്ഞ 4 പതിറ്റാണ്ടായി കാത്തിരിക്കുകയായിരുന്നു. തന്റെ ഒരു സ്വപ്നമായിരുന്നു അതെന്നാണ്. പക്ഷേ അത് വളരെ അകലെയാണ്, വിദൂരത്താണ് എന്ന് കാണിക്കുന്ന സംഗതികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇറാനെ മനസ്സിലാക്കുന്നതിൽ ഇറാന്റെ ജനതയുടെ, പ്രത്യേകിച്ച് ഒരു അതിജീവന യുദ്ധം ഇറാൻ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് ലോകത്തെ മുഴുവൻ ഷിയ വിഭാഗത്തിന്റെ ഒരു ആത്മീയ നേതൃത്വത്തെ തന്നെ ആദ്യത്തെ ദിവസം തന്നെ വധിച്ചു കളഞ്ഞ, അതും വളരെ വ്യക്തമായ ഒരു ചതിയിലൂടെ, ഒരു ചർച്ച എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഒരു മറ ഇട്ടുകൊണ്ട് അങ്ങനത്തെ ഒരു ചതിയിലൂടെ വധിച്ചു കളഞ്ഞ ഈ അതോടൊപ്പം വളരെ വ്യക്തമായി തന്നെ പിഞ്ചു കുഞ്ഞുങ്ങളെ അടക്കം ടാർഗറ്റ് ചെയ്ത് ഡെലിബറേറ്റ് ആയിട്ട് ടാർഗറ്റ് ചെയ്യുന്ന ഇസ്രായേൽ അമേരിക്കൻ ഈ ആക്രമണത്തെ ഷിയ ജനത ലോകത്തൊന്നടങ്കം അതിനെ എതിർക്കുകയും പ്രത്യേകിച്ച് ഇറാന്റെ ഓരോ പൗരന്മാരും ഇത്രയധികം ശക്തമായി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇസ്രായേലിന്റെയോ അമേരിക്കയുടെയോ പദ്ധതികൾ ഒരു നിലക്കും ഇറാനിൽ നടപ്പാകില്ല എന്ന ഒരു രൂപത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ യുദ്ധം നീണ്ടുപോകാനുള്ള, അൺലെസ് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു പ്രഷർ പ്രസിഡന്റ് ട്രംപിന്റെയോ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെയോ മേൽ വീണിട്ടില്ലെങ്കിൽ ഈ യുദ്ധം ഒരു പ്രൊട്രാക്റ്റഡ് വാറിലേക്ക് പോകുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്ന് മാത്രമല്ല, ഇൻഡിപെൻഡന്റ് പത്രത്തിൽ, UK ഇൻഡിപെൻഡന്റ് പത്രത്തിൽ വളരെ പ്രശസ്തനായ ഒരു കോളമിസ്റ്റ് എഴുതിയതുപോലെ ഇതൊരു 3ാം ലോക യുദ്ധത്തിലേക്ക് നയിച്ചാൽ അതിൽ പോലും അത്ഭുതപ്പെടാനില്ല. പ്രത്യേകിച്ച് റഷ്യയും ചൈനയും ഒക്കെ ഏതെങ്കിലും അർത്ഥത്തിൽ ഇതിൽ ഏതായാലും അതൊക്കെ വേഴ്സ്റ്റ് കേസ് സിനാരിയോ ആണ്. ഏറ്റവും നമ്മൾ അങ്ങേയറ്റം ആലോചിക്കുമ്പോഴാണ് ഈ 3ാം ലോക മഹായുദ്ധം എന്നൊക്കെയുള്ള ഭയപ്പാടിലേക്ക് നമ്മൾ എത്തുന്നത്. ഏതായാലും അതൊന്നും സംഭവിക്കാതിരിക്കട്ടെ. മാത്രമല്ല, സമാധാനത്തിൻ്റെ വഴികൾ അത് എവിടെ നിന്ന് വരികയാണെങ്കിലും അതിന് വരാനുള്ളൊരു വഴി നമുക്ക് ഒരുക്കി കൊടുക്കാം എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ ഇവിടെ പൂർത്തിയാവുകയാണ്. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.